ജപ്പാന്റെ വേഗതയും കൃത്യതയും കണ്ട് ലോകം അതിശയിച്ചു നിന്നിട്ടുണ്ട്. 2 ലോകമഹായുദ്ധങ്ങളും 2 ആറ്റം ബോംബുകളും അതിജീവിച്ച രാജ്യം. ചാരത്തിൽ നിന്ന് പുനർജനിച്ച് ആഗോള ശക്തിയായ ദ്വീപ്. പ്രിസിഷൻ, ഇന്നൊവേഷൻ, ഡിസിപ്ലിൻ എന്നിവയുടെ പ്രതീകം. ഒരു കാലം അവരുണ്ടാക്കിയ കാറുകൾ നിരത്തുകൾ ഭരിച്ചു. അവരുടെ ഇലക്ട്രോണിക്സ് ഉപകരണങ്ങൾ മനുഷ്യവാസമുള്ള എല്ലായിടത്തേക്കും വൈദ്യുതി എത്തിയതിനേക്കാൾ മുമ്പെത്തി. അവരുടെ കഠിനാധ്വാനം ഇതിഹാസമായി. ജപ്പാൻ ഒരു രാജ്യം മാത്രമായിരുന്നില്ല, അത് മനുഷ്യരാശിയുടെ ഭാവിയാണെന്ന് ലോകം വിശ്വസിച്ചു. ഇന്ന് ആ അത്ഭുത ദ്വീപിന്റെ തിളക്കം മങ്ങിപ്പോയിരിക്കുന്നു. ബുള്ളറ്റ് ട്രെയിനുകളും റോബോട്ടുകളും ആദ്യമുണ്ടാക്കിയ അതേ രാജ്യം ഭൗതിക സ്തംഭനാവസ്ഥയോടും വാർദ്ധക്യത്തോടും നിശബ്ദമായ ജീർണതയോടും പോരാടുകയാണ്. പൗരന്മാരുടെ നിരാശയും ഏകാന്തതയും പരിഹരിക്കാൻ ഒരു വകുപ്പ് തന്നെ രൂപീകരിച്ച് ഏകാന്തതാകാര്യ മന്ത്രിയെ വരെ നിയമിച്ചിരിക്കുന്നു ആ രാജ്യം. യുവാക്കൾക്ക് പ്രതീക്ഷ നഷ്ടപ്പെടുന്നു. ഗ്രാമീണ പട്ടണങ്ങൾ ഗോസ്റ്റ് വില്ലേജുകളായി മാറുന്നു. ജപ്പാൻ പതിയെ മരിച്ചുകൊണ്ടിരിക്കുകയാണ്. ഭൂമിയിലെ ഏറ്റവും കാര്യക്ഷമമായ സമൂഹത്തിന് അതിന്റെ തീപ്പൊരി നഷ്ടപ്പെട്ടതെങ്ങനെ? അതൊരു സാമ്പത്തിക ശാസ്ത്ര കേസ് സ്റ്റഡി മാത്രമല്ല, സാംസ്കാരിക നിഗൂഢത കൂടിയാണ്. ഒരിക്കൽ ജപ്പാനെ മഹത്തരമാക്കിയ അതേ മൂല്യങ്ങൾ തന്നെ നിർമ്മിച്ച ഒരു മെന്റൽ ട്രാപ്പ്. കഴിഞ്ഞ 25 വർഷത്തിനിടെ ചൈനയിൽ ജനിച്ച ആയിരക്കണക്കിന് ബ്രാൻഡുകൾ ലോകം കീഴടക്കി. ഒപ്പോയും വിവോയും ഷവോമിയും DJI മുതൽ BYDയും ഡീപ്സീക്കും ടിക്ടോക്കും വരെ. എന്നാൽ ലോകമറിയുന്ന ഒരു ബ്രാൻഡ് പോലും 4 നൂറ്റാണ്ടിനിടെ ജപ്പാനിൽ ജനിച്ചിട്ടില്ല. സോഫ്റ്റ് ബാങ്ക് പോലുള്ള ചില ഫിനാൻഷ്യൽ ക്യാപിറ്റൽ അപവാദങ്ങൾ മാറ്റി നിർത്താം. അതേസമയം ജപ്പാനിൽ നിന്നും നമ്മുടെ ഓർമ്മയിൽ നിന്നും മാഞ്ഞുപോയ ബ്രാൻഡുകൾ ഏറെയുണ്ട്. ടൊഷിബ, സാനിയോ, ഷാർപ്പ്, NEC, ഫ്യൂജിറ്റ്സു, JVC, പൈനിയർ കോർപ്പറേഷൻ, കാസിയോ, ഒളിമ്പസ്, പ്രിൻസ് മോട്ടോർ കമ്പനി, ഡയഹാറ്റ്സു, ഹിനോ മോട്ടോഴ്സ്, ഹഡ്സൺ സോഫ്റ്റ്, സെഗ, യോഹാൻ, അങ്ങനെ നിരവധി പേരുകൾ. ജപ്പാൻ എങ്ങനെയാണ് കിഴക്കിന്റെ അത്ഭുതത്തിൽ നിന്ന് ലോകത്തിനൊരു മുന്നറിയിപ്പായി മാറിയത്? പരാജയഭീതി, കൾച്ചറൽ കൺസർവേറ്റിസം, സാംസ്കാരികമായ ഒറ്റപ്പെടൽ, അമിതമായ അധികാര കേന്ദ്രീകരണം, ഇന്നൊവേഷനിൽ വിശ്വാസമില്ലായ്മ എന്നിവയെല്ലാം ചേർന്ന് ആ രാജ്യത്തെ പടുകുഴിയിലെത്തിച്ച കഥ പറഞ്ഞു തുടങ്ങാം. ആ തകർച്ച പറഞ്ഞു തുടങ്ങാൻ 35 വർഷം പിറകിലേക്ക് പോകണം. 1990ലേക്ക്. ഡീഫ്ലേഷൻ എന്ന ജപ്പാന്റെ എക്കാലത്തെയും ശാപം ആരംഭിച്ച കാലത്തേക്ക്. ഡീഫ്ലേഷൻ എന്നാൽ സാധനങ്ങൾക്ക് പടിപടിയായി വില കുറയുന്ന പ്രതിഭാസമാണ്. ആദ്യം കേൾക്കുമ്പോൾ ഇതൊരു മികച്ച ആശയമായി തോന്നും. വിലകൾ കുറയുന്നു, അത് നല്ല കാര്യമല്ലേ? എന്നാൽ ജപ്പാന്റെ കഥയിൽ ഡീഫ്ലേഷൻ അങ്ങനെയായിരുന്നില്ല. 1990കളുടെ ആദ്യം ജപ്പാനിൽ സാമ്പത്തിക ദുരന്തം സംഭവിച്ചതോടെയാണ് ഇതിന്റെ തുടക്കം. ആ ബബിൾ ബസ്റ്റിൽ ടോക്കിയോ സ്റ്റോക്ക് എക്സ്ചേഞ്ച് നിലം മുട്ടി. ഒറ്റ രാത്രി കൊണ്ട് ജപ്പാന് ട്രില്യൺ കണക്കിന് yen നഷ്ടപ്പെട്ടു. ആ തകർച്ചയുടെ വിശദാംശങ്ങളിലേക്കും കാരണങ്ങളിലേക്കും പോകുന്നില്ല, മറിച്ച് നമ്മൾ അവിടെ നിന്ന് ആരംഭിക്കുന്നുവെന്ന് മാത്രം. സാമ്പത്തിക തകർച്ചയോടെ ഒരു കാലത്ത് മില്യൺ കണക്കിന് മൂല്യമുണ്ടായിരുന്ന ജാപ്പനീസ് റിയൽ എസ്റ്റേറ്റ് ഇടുക്കാച്ചരക്കായി മാറി. ബാങ്കുകൾ പരിഭ്രാന്തരായി. ആളുകൾ പണം ചിലവഴിക്കുന്നത് നിർത്തി. പ്രതിവിധിയായി ജപ്പാൻ കണ്ടെത്തിയ മാർഗമായിരുന്നു ഡീഫ്ലേഷൻ. ജാപ്പനീസ് യെന്നിന്റെ മൂല്യം താഴാതെ നോക്കാൻ സ്വന്തം രാജ്യത്തെ വിപണിയിൽ ഇടപെട്ട് സാധനങ്ങളുടെ വില പിടിച്ചു നിർത്തുക, വില പടിപടിയായി കുറയ്ക്കുക, അതിനുവേണ്ടി നികുതിയും താരിഫുകളും പരിഷ്കരിക്കുക. അതോടെ ജപ്പാനിലെ ജനങ്ങൾക്ക് തോന്നി കാര്യങ്ങൾ നിയന്ത്രണത്തിലായിരിക്കുന്നു. സാധനങ്ങൾക്കൊന്നും വില കയറിയിട്ടില്ല, പകരം വില കുറയുന്നു. അതവർ ആഘോഷിച്ചു. 1990കളിൽ ജപ്പാൻകാരുടെ കൈവശം നിറയെ പണമുണ്ട്, ചെലവാക്കാൻ മനസ്സുമുണ്ട്. പക്ഷെ എല്ലാ വർഷവും സാധനങ്ങൾക്ക് വില കുറയുന്നു. വീടിന്, കാറിന്, ഇലക്ട്രോണിക്സിന് വർഷം തോറും വില ഇറങ്ങിക്കൊണ്ടേയിരിക്കുന്നു. അതോടെ ജനങ്ങൾ പണം ചെലവഴിക്കുന്നത് നിർത്തി. നാളെ വീണ്ടും വില കുറയുമ്പോൾ ഇന്നെന്തിനു വാങ്ങണം? അതായിരുന്നു അവരുടെ ചിന്ത. വിലകൾ വീണ്ടും കുറയുന്നതിനായി എല്ലാവരും കാത്തിരുന്നു. പൊതുവിപണിയിലേക്ക് പണം എത്താതായി. അതാണ് ഡീഫ്ലേഷൻ. വിലയിടിവ് മൂലം ആളുകൾ പണം ചെലവഴിക്കുന്നത് നിർത്തുന്ന ഒരു കെണി. ജനങ്ങളുടെ സ്പെൻഡിംഗ് കുറയുമ്പോൾ ബിസിനസ്സുകൾക്ക് വരുമാനം നിലയ്ക്കും. അതോടെ അവർ തൊഴിലാളികളെ പിരിച്ചുവിടുകയോ ശമ്പളം വെട്ടിക്കുറയ്ക്കുകയോ ചെയ്യും. തൊഴിൽ നഷ്ടപ്പെടുന്നതോടെ വിപണിയിലെ പ്രതിസന്ധി കൂടുതൽ തീവ്രമാകുന്നു. 30 വർഷമായി ഈ അദൃശ്യമായ സ്പൈറൽ ജപ്പാന്റെ സമ്പദ് വ്യവസ്ഥയെ നിശബ്ദമായി ശ്വാസം മുട്ടിക്കുന്നുണ്ട്. വാൾസ്ട്രീറ്റിലെ പെട്ടെന്ന് സംഭവിക്കുന്ന തകർച്ചകളിൽ നിന്ന് വ്യത്യസ്തമായി ജപ്പാന്റെ പ്രതിസന്ധി സാവധാനത്തിലുള്ളതും നിശബ്ദവും വിചിത്രവുമാണ്. അവസാനമില്ലാതെ നീണ്ടുപോകുന്ന ഒരു ഫിനാൻഷ്യൽ വിന്റർ. ഇനി വരുന്നതെല്ലാം അതിന്റെ അനന്തരഫലങ്ങളാണ്. 1995 മുതൽ നിങ്ങളുടെ ശമ്പളം എത്ര വർദ്ധിച്ചു എന്ന് ഒരു ജാപ്പനീസ് തൊഴിലാളിയോട് ചോദിച്ചാൽ ഉത്തരം നിങ്ങളെ ഞെട്ടിച്ചേക്കാം. ഒട്ടും കൂടിയിട്ടില്ല. സത്യമാണ്, 30 വർഷത്തിലേറെയായി ജപ്പാനിലെ ശമ്പളം കാര്യമായി മാറിയിട്ടില്ല. അതേസമയം ഡീഫ്ലേഷൻ ഇടയിലും വൻ നഗരങ്ങളിൽ ജീവിത ചെലവ് സാവധാനം ഉയരുന്നു. ഇത്രയും സമ്പന്നമായ ഒരു രാജ്യത്ത് ഇതെങ്ങനെ സംഭവിക്കുമെന്ന് കണ്ട് നമ്മൾ വാവിളർന്നു പോകും. അതാണ് വൈചിത്ര്യങ്ങളുടെ ജപ്പാൻ. ഇതൊരു പരിധിവരെ ജപ്പാന്റെ തൊഴിൽ സംസ്കാരത്തിന്റെ ഭാഗവുമാണ്. പല ജാപ്പനീസ് കമ്പനികളും ഒരു ലൈഫ് ടൈം എംപ്ലോയ്മെന്റ് സമ്പ്രദായമാണ് പിന്തുടരുന്നത്. 50-60 വർഷം ഒരേ കമ്പനിയിൽ ജോലി ചെയ്യുന്നത് അവിടെ പുതുമയേയല്ല. തൊഴിലാളികൾ ആയുസ് മുഴുവൻ ഒരു കമ്പനിയോട് മാത്രം കൂറു പുലർത്തും. അതിനു പകരം കമ്പനി അവരെ പോറ്റും, ചെറിയ ശമ്പളത്തിൽ. എന്നാൽ ഇന്നത്തെ അതിവേഗം മാറുന്ന ലോകത്തിൽ ആ മാതൃക റിസ്ക് ടേക്കേഴ്സിനെ അല്ലെങ്കിൽ ഇന്നോവേഷനെ പ്രോത്സാഹിപ്പിക്കില്ല.
ഇത് സ്റ്റെബിലിറ്റിക്ക് നല്ലതാണ്, അതേസമയം സാമ്പത്തികമായ ചലനാത്മകത ഇല്ലാതാക്കും. സാധാരണയായി ജപ്പാനിലെ ചെറുപ്പക്കാരായ ജീവനക്കാർ ശമ്പളം വർദ്ധിപ്പിക്കാൻ ആവശ്യപ്പെടാറില്ല. ഇത് സിസ്റ്റത്തോടുള്ള അനാദരവായിട്ടാണ് കണക്കാക്കപ്പെടുന്നത്. ഇതിന്റെ പേരിൽ തൊഴിൽ സമരങ്ങളുമില്ല. ലാഭം വർദ്ധിക്കുമ്പോൾ പോലും കമ്പനികൾ ശമ്പളം കൂട്ടുന്നതിന് പകരം പണം ക്യാഷ് റിസർവിലേക്ക് മാറ്റുകയാണ് ചെയ്യുക. ഇതിന്റെ ഫലമായി ടോക്കിയോയിലെ ഒരു തൊഴിലാളിക്ക് 1990കളുടെ മധ്യത്തിൽ ലഭിച്ചിരുന്ന ഏകദേശം അതേ ശമ്പളം തന്നെ ഇപ്പോഴും ലഭിക്കുന്നു. ഇക്കാലം കൊണ്ട് യുഎസിലോ ദക്ഷിണ കൊറിയയിലോ ഉള്ള അവരുടെ സമപ്രായക്കാരുടെ ശമ്പളം ഇരട്ടിയോ മൂന്നിരട്ടിയോ വർദ്ധിച്ചിട്ടുണ്ട്. പ്രശ്നം എന്തെന്നാൽ ഈ സ്റ്റാഗ്നന്റ് വേജ് സിൻഡ്രോം ജനങ്ങളുടെ സ്പെൻഡിംഗ് പവർ ഇല്ലാതാക്കുന്നു. ജപ്പാനിലെ കുറഞ്ഞ ജനന നിരക്ക് പോലും ഈ ശമ്പള മരവിപ്പിന്റെ സാമ്പത്തിക പാർശ്വഫലമാണ്. ഇത് വീഡിയോയുടെ മറ്റൊരു ഭാഗത്ത് വിശദീകരിക്കുന്നുണ്ട്. ഇതിനൊപ്പം ജപ്പാൻ സർക്കാരിന്റെ കടബാധ്യതയും വർദ്ധിച്ചുകൊണ്ടിരുന്നു. വില പിടിച്ചു നിർത്താൻ കടമെടുക്കാതെ നിവൃത്തിയില്ലായിരുന്നു. അനിയന്ത്രിതമായ കടമെടുപ്പ് അതിന്റെ പരിധികളെല്ലാം ലംഘിച്ചു. 2025 ജപ്പാന്റെ ആഭ്യന്തര കടബാധ്യത അതിന്റെ GDPയുടെ 250% കൂടുതലാണ്. വികസിത രാജ്യങ്ങളിലെ ഏറ്റവും ഉയർന്ന ബാധ്യത. അതായത് ജപ്പാന് അതിന്റെ മുഴുവൻ സമ്പദ് വ്യവസ്ഥ ഒരു വർഷം ഉൽപ്പാദിപ്പിക്കുന്നതിന്റെ ഇരട്ടിയിലധികം കടമുണ്ട്. സർക്കാർ ഈ കടത്തിൽ ഭൂരിഭാഗവും വാങ്ങിയിരിക്കുന്നത് അവരുടെ പൗരന്മാരിൽ നിന്ന് തന്നെയാണ്. ആവശ്യം വരുമ്പോഴെല്ലാം ബാങ്ക് ഓഫ് ജപ്പാൻ ജനങ്ങൾക്ക് ബോണ്ടുകൾ വിറ്റ് സർക്കാരിന്റെ ചെലവിന് പണം കണ്ടെത്തി. ആഭ്യന്തര കടമായതിനാൽ ഇത് സുരക്ഷിതമാണെന്ന് ഒറ്റനോട്ടത്തിൽ തോന്നും. രാജ്യത്തെ പൗരന്മാരിൽ നിന്നാണല്ലോ കടം വാങ്ങിയത്. എന്നാൽ ഇത് സ്വന്തം വാൽ തിന്നുന്ന പാമ്പിനെ പോലെയാണ്. നമ്മുടെ നാട്ടിൽ സാധാരണയായി നടക്കാറുള്ള സാമ്പത്തിക തട്ടിപ്പുകളുടെ ഒരു ജാപ്പനീസ് വെർഷനാണിത്. 5 വർഷം കൊണ്ട് നിക്ഷേപം ഇരട്ടിയാക്കാം എന്ന് വിശ്വസിപ്പിച്ച് പണം പിരിക്കുക. പുതുതായി സ്കീമിൽ ചേരുന്നവരുടെ പണം കൊണ്ട് പഴയ വരിക്കാർക്ക് പലിശ നൽകുക. വീണ്ടും വീണ്ടും കൂടുതൽ ആളെ ചേർക്കുക. പുതിയ ആളുകളുടെ പണം പഴയ വരിക്കാർക്ക് റൊട്ടേറ്റ് ചെയ്യുക. എന്നാൽ പുതിയ വരിക്കാർ ഇല്ലാതാകുന്ന ഒരു ദിവസം അനിവാര്യമായ അന്ത്യം ഈ സ്കീമിന് സംഭവിക്കും. പലിശ മുടങ്ങും, മുതൽ വെള്ളത്തിലാവും. ലോകത്തിൽ ഇത്തരം പോൺസി സ്കീം നടത്തുന്ന ഏറ്റവും വലിയ തട്ടിപ്പ് കമ്പനിയാണ് ജാപ്പനീസ് സർക്കാർ എന്നതൊരു വിരോധാഭാസമാണ്. ജാപ്പനീസ് ജനത തങ്ങളുടെ സർക്കാരിൽ വിശ്വസിക്കുന്നതുകൊണ്ടും വർഷം തോറും മികച്ച പലിശ ലഭിക്കുന്നതുകൊണ്ടുമാണ് ഈ സിസ്റ്റം പ്രവർത്തിക്കുന്നത്. ജനസംഖ്യ ചുരുങ്ങുകയും തൊഴിൽ ശക്തിക്ക് വയസ്സാവുകയും ചെയ്യുമ്പോൾ ഈ ബോണ്ടുകൾ വാങ്ങാൻ വളരെ കുറച്ച് യുവാക്കളെ അവശേഷിക്കൂ. അതോടെ ഒരു ദിവസം ഈ ലൂപ്പ് തകരും. അക്കാര്യവും നാം മറ്റൊരു ഭാഗത്ത് വിശദമായി ചർച്ച ചെയ്യുന്നുണ്ട്. പൊതു ചെലവുകളിലൂടെയും അവസാനമില്ലാത്ത ഉത്തേജക പാക്കേജുകളിലൂടെയും ഡീഫ്ലേഷൻ പരിഹരിക്കാൻ ദശാബ്ദങ്ങളോളം സർക്കാർ ശ്രമിച്ചതുകൊണ്ടാണ് ജപ്പാന് ഇത്രയും കടമുണ്ടായതെന്ന് പറഞ്ഞല്ലോ. വേൾഡ് ബാങ്ക് അടക്കം മുന്നറിയിപ്പ് നൽകിയിട്ടും ജപ്പാൻ ഇത് നിർത്തിയില്ല. സർക്കാർ പദ്ധതികൾ പ്രഖ്യാപിച്ചുകൊണ്ടേയിരുന്നു. ദിവസത്തിൽ ഒരു വാഹനം പോലും കടന്നുപോകാത്ത നിരവധി ഹൈവേകൾ, ആളൊഴിഞ്ഞുപോയ പട്ടണങ്ങളിലെ പാർപ്പിട പദ്ധതികൾ, പുഴയില്ലാത്ത സ്ഥലങ്ങളിലെ പാലങ്ങൾ, വളർച്ച ഉത്തേജിപ്പിക്കാൻ ഉദ്ദേശിച്ച് വെറുതെ കുറെ പദ്ധതികൾ. ഇവയത്രയും ജപ്പാന്റെ അശാസ്ത്രീയമായ സിസ്റ്റം കഷ്ടിച്ച് നിലനിർത്താൻ വേണ്ടി മാത്രമായിരുന്നു. 2012 ഷിൻസോ ആബെ പ്രധാനമന്ത്രിയായപ്പോൾ ഗ്രേറ്റ് റിവൈവൽ എന്ന പേരിൽ ജപ്പാൻ സമ്പൂർണ്ണ സാമ്പത്തിക നവീകരണം പ്രഖ്യാപിച്ചു. അതിൽ 3 പ്രധാന നിർദ്ദേശങ്ങൾ ഇവയായിരുന്നു. 1. അഗ്രസീവ് മോണിറ്ററി ഈസിംഗ്, അതായത് നിയന്ത്രണമില്ലാതെ പണം അച്ചടിക്കുക, വേണ്ടപ്പോഴൊക്കെ പണം ശൂന്യതയിൽ നിന്ന് സൃഷ്ടിക്കുക. 2. ഫിസ്ക്കൽ സ്റ്റിമുലസ്, സർക്കാരിന്റെ പൊതുഭരണ ചെലവുകൾ വർദ്ധിപ്പിക്കുക. സർക്കാർ ജീവനക്കാർക്കെല്ലാം 2 ഇരട്ടി വരെ ശമ്പള വർധനയായിരുന്നു പ്രധാന നിർദ്ദേശം. 3. സ്ട്രക്ചറൽ റിഫോംസ്, ഘടനാപരമായ പരിഷ്കാരങ്ങൾ, അതായത് ജപ്പാൻ പ്രവർത്തിക്കുന്ന രീതി അടിമുടി മാറ്റുക, ന്യൂ ഗവേണൻസ് നടപ്പാക്കുക. ആദ്യത്തെ 2 നിർദ്ദേശങ്ങളും ലക്ഷ്യത്തിലെത്തി. സർക്കാർ പരിധിയില്ലാതെ ജാപ്പനീസ് യെൻ അച്ചടിച്ചു. സർക്കാർ സ്പെൻഡിംഗ് കൂട്ടി. യെൻ ദുർബലമായെങ്കിലും ഓഹരി വിപണി കുതിച്ചുയർന്നു. കയറ്റുമതി വർദ്ധിച്ചു. ജപ്പാൻ വീണ്ടും ഊർജ്ജസ്വലമായതായി തോന്നി. എന്നാൽ 3ാമത്തെ നിർദ്ദേശമായ ഭരണപരിഷ്കാരം ഒരിക്കലും നടപ്പായില്ല. ഡീഫ്ലേഷൻ കുറച്ചുകാലത്തേക്കെങ്കിലും പിടിച്ചുകെട്ടാൻ സാധിച്ചെങ്കിലും ആഗോള സമ്പദ് വ്യവസ്ഥ വീണ്ടും മന്ദഗതിയിലായപ്പോൾ ജപ്പാൻ അതിന്റെ ശീതകാല നിദ്രയിലേക്ക് മടങ്ങിപ്പോയി. അടുത്ത വർഷം വീണ്ടും വില കുറയുമ്പോൾ വാങ്ങാൻ ജനങ്ങൾ പണം പൂഴ്ത്തിവെച്ചു. ലോകത്തിൽ ഏറ്റവും വേഗത്തിൽ ജനസംഖ്യ ചുരുങ്ങുന്ന രാജ്യമാണ് ജപ്പാൻ. യുവാക്കൾ വിവാഹത്തിനോ പ്രസവത്തിനോ തയ്യാറല്ല. ജാപ്പനീസ് ജനതയിൽ 30% പേർ 65 വയസ്സിന് മുകളിലുള്ളവരാണ്. ഈ വൃദ്ധർ എന്തു വാങ്ങാൻ? 65 വയസ്സുള്ളവർക്ക് ഐഫോണുകളോ പുതിയ വീഡിയോ ഗെയിമുകളോ വേനൽക്കാല വസതികളോ വില കൂടിയ കാറുകളോ ആവശ്യമില്ല. അവർ അടിയന്തര സാഹചര്യങ്ങൾക്കായി പണം കൂട്ടിവെക്കുന്നവരാണ്. അവർക്ക് ആവശ്യം അല്പം ന്യൂഡിൽസും ഒരു പാത്രം സൂപ്പും മാത്രം. ഇത് ആഭ്യന്തര ഉപഭോഗം ദുർബലമാക്കി. അതോടെ ജാപ്പനീസ് ഗ്രാമങ്ങൾ നിത്യനിശബ്ദതയിലേക്ക് വീണു. സ്കൂളുകൾ അടച്ചു. കടകൾ ശൂന്യമായി. ഉപേക്ഷിക്കപ്പെട്ട വീടുകളിലൂടെ കയറിയിറങ്ങുന്ന കാറ്റിന്റെ ശബ്ദം മാത്രം മുഴങ്ങി. ഡീഫ്ലേഷന് പുറമെ ജപ്പാന്റെ തകർച്ചയിൽ നിർണായകമായത് ഉൽപാദനക്ഷമതയിലെ കുറവാണ്. ഇത് കേൾക്കുമ്പോൾ നിങ്ങൾ ആശ്ചര്യപ്പെടും. ജപ്പാൻകാരന് പ്രൊഡക്ടിവിറ്റി ഇല്ല എന്ന് പറയുന്ന ഒരാളെയും ലോകം വിശ്വസിക്കില്ല. യഥാർത്ഥ വസ്തുത അങ്ങനെയല്ല. മാനുഫാക്ചറിംഗ് സെക്ടറിൽ ജപ്പാൻ ലോകോത്തരമാണ്. ടൊയോട്ട, സോണി, കാനൻ, ഹോണ്ട ഇവരുടെ എല്ലാം എഫിഷ്യൻസി ഐതിഹാസികവും. എന്നാൽ മാനുഫാക്ചറിംഗിന് പുറത്ത് സേവന മേഖല, റീറ്റെയിൽ, ഹെൽത്ത് കെയർ, അഡ്മിനിസ്ട്രേഷൻ എന്നിവയിൽ മറ്റ് വികസിത രാജ്യങ്ങളെക്കാൾ പ്രൊഡക്ടിവിറ്റി ജപ്പാൻ ഏറെ പിന്നിലാണ്. കാരണം ലളിതം. മിക്ക ജാപ്പനീസ് ബിസിനസ്സുകളും ഇപ്പോഴും പഴയ രീതികളിൽ കുടുങ്ങിക്കിടക്കുന്നു. അവസാനമില്ലാത്ത പേപ്പർ വർക്കിനെയാണ് ജപ്പാൻ ഇപ്പോഴും ആശ്രയിക്കുന്നത്. ആ രാജ്യത്തെ എല്ലാ ഓഫീസുകളിലും ഇപ്പോഴും ഫാക്സ് മെഷീൻ കാണാം. ഇത് മടികൊണ്ടോ ടെക്നോളജി വ്യാപിക്കാത്തതുകൊണ്ടോ അല്ല, മറിച്ച് കൾച്ചറൽ ഇനർഷ്യയാണ്. ജപ്പാനിൽ മാറ്റമെന്നത് എപ്പോഴും റിസ്ക്കായി കണക്കാക്കപ്പെടുന്നു. തെറ്റുകൾ അവർക്ക് ലജ്ജാകരമാണ്.
ഓട്ടോമേഷൻ, AI എന്നിവയിലേക്ക് കുതിക്കുന്ന ഒരു ലോകത്തെ ജപ്പാന്റെ നോൺ മാനുഫാക്ചറിംഗ് സെക്ടർ മനോഹരമായി പരിപാലിക്കുന്ന ഒരു വിന്റേജ് കാർ പോലെ തോന്നും. അതവർ ദിവസവും തുടച്ചു മിനുക്കി വെക്കുന്നു, എന്നാൽ ഓടിക്കാൻ കൊള്ളില്ല. ഗാഡ്ജറ്റുകളുടെയും റോബോട്ടുകളുടെയും നാടായ ജപ്പാൻ ഡിജിറ്റൽ ഇന്നോവേഷനിൽ മുമ്പിൽ നടക്കുമെന്നാണ് നമ്മൾ പ്രതീക്ഷിക്കുക. എന്നിട്ടും യാഥാർത്ഥ്യത്തിൽ ജപ്പാന്റെ ഡിജിറ്റൽ ട്രാൻസ്ഫോർമേഷൻ വേദനാജനകമാം വിധം മന്ദഗതിയിലാണ് ഇപ്പോഴും. 2020 പോലും കോവിഡ് പാൻഡമിക്കിന്റെ സമയത്ത് മിക്ക സർക്കാർ ഓഫീസുകളിലും ഡാറ്റ സൂക്ഷിച്ചിരുന്നത് ഫ്ലോപ്പി ഡിസ്കുകളിലായിരുന്നു എന്ന് പറഞ്ഞാൽ വിശ്വസിക്കുമോ? സത്യമാണ്. ലോകാരോഗ്യ സംഘടനയുടെ ഉദ്യോഗസ്ഥർ ഇത് കണ്ട് ഞെട്ടിയ കഥയെല്ലാം മാധ്യമങ്ങളിൽ വന്നിട്ടുണ്ട്. ഹാങ്കോ എന്നാണ് ജപ്പാൻകാർ ഇത്തരം സീൽഡ് ഡോക്യുമെന്റ് രീതിയെ വിളിക്കുന്ന പേര്. ഓൺലൈനായിട്ടല്ല, നേരിട്ടെത്തി കാര്യങ്ങൾ ചെയ്യണം. തൊഴിൽ ശക്തിയിൽ ജനസംഖ്യയുടെ 0.001% പോലും ഡിജിറ്റൽ സിഗ്നേച്ചർ ഉപയോഗിക്കാത്ത രാജ്യമാണ് ജപ്പാൻ. ദക്ഷിണ കൊറിയയും ചൈനയും ഇ-കൊമേഴ്സ്, ഫിൻടെക്, ഡിജിറ്റൽ ഗവേണൻസ് എന്നിവയെ സ്വാഗതം ചെയ്തപ്പോൾ ജപ്പാൻ ജാഗ്രത പാലിക്കുകയും ഇവയെല്ലാം പേപ്പറിൽ ഒതുങ്ങുകയും ചെയ്തു. ജപ്പാന്റെ രാഷ്ട്രീയ വ്യവസ്ഥയും കോർപ്പറേറ്റ് സംസ്കാരവും വേഗതയേക്കാൾ സ്റ്റെബിലിറ്റിക്ക് പ്രാധാന്യം നൽകിയതുകൊണ്ടാണിത്. ഇതുകൊണ്ടൊക്കെയാണ് ജപ്പാൻ ഒരു കാലത്ത് ആധിപത്യം പുലർത്തിയിരുന്ന മേഖലകളിൽ ചൈനീസ് ഇന്നൊവേഷൻ കമ്പനികൾ ഇടിച്ചുകുത്തി കയറിയത്. ജപ്പാനിലെ പുതുതലമുറയുടെ ആഗോള ടെക് ഭീമന്മാർ എവിടെയാണെന്ന് ലോകം ചോദിക്കുന്നു. അടുത്ത സോണി അല്ലെങ്കിൽ നിന്റെൻഡോ ഇനി ഉണ്ടാവുമോ? അങ്ങനെയൊന്നും ഇനി ഉണ്ടാകില്ലെന്നാണ് ലോകം ഇപ്പോൾ വിശ്വസിക്കുന്നത്. കാരണം ജപ്പാൻ സ്വയം പുതുക്കി പണിയുന്നത് നിർത്തിയിരിക്കുന്നു. ജപ്പാനെ തളർത്തിയ മറ്റൊന്നാണ് കയറ്റുമതിയിലുള്ള അമിത ആശ്രയത്വം. ശരിയാണ്, കയറ്റുമതിയാണ് ജപ്പാനെ ഒരു സൂപ്പർ പവർ ആക്കിയത്. കാറുകൾ, ഇലക്ട്രോണിക്സ്, ഹെവി ഇൻഡസ്ട്രീസ് ഉപകരണങ്ങൾ എന്നിവ ഏറ്റവും നൂതനമായ സാങ്കേതിക വിദ്യയോടെ പുറത്തിറക്കിയപ്പോൾ ലോകം മെയ്ഡ് ഇൻ ജപ്പാൻ വാങ്ങി. എന്നാൽ എക്സ്പോർട്ടിനെ അമിതമായി ആശ്രയിക്കുന്നത് ഒരു ഇരുതല മൂർച്ചയുള്ള വാളാണ്. കോവിഡ് വന്നപ്പോഴും ആഗോള സാമ്പത്തിക മാന്ദ്യം പിടിമുറുക്കിയപ്പോഴും ആഗോള ഡിമാൻഡ് കുറഞ്ഞു. ജപ്പാൻ അടുത്ത ദിവസം തന്നെ നിരാശയിലേക്ക് വീണു. കയറ്റുമതിയിലടക്കമുണ്ടായ ഈ ഇടിവ് ജാപ്പനീസ് യെന്നിനെ സമാനതകളില്ലാത്ത പ്രതിസന്ധിയിലെത്തിച്ചു. ഡീഫ്ലേഷൻ മൂലം ആഭ്യന്തര വിപണിയിൽ വിലകൾ കുറഞ്ഞുകൊണ്ടിരുന്നപ്പോൾ യെൻ ശക്തമായിരുന്നു. എന്നാൽ ഇത് ജാപ്പനീസ് കയറ്റുമതി സാധനങ്ങൾക്ക് ലോകമെമ്പാടും വില കൂട്ടി. അതായത് ജപ്പാനകത്ത് എല്ലാത്തിനും വിലക്കുറവും അവർ വിൽക്കുന്ന രാജ്യങ്ങളിലെല്ലാം അവരുടെ സാധനങ്ങൾക്ക് ഇരട്ടി വിലയും. ടയോട്ട US മാർക്കറ്റിൽ നിന്ന് അപ്രത്യക്ഷമാകുന്നിടം വരെ എത്തി. വില കുറഞ്ഞ കൊറിയൻ അല്ലെങ്കിൽ ചൈനീസ് മോഡലുകളുമായിട്ടാണ് അമേരിക്കയിൽ ടൊയോട്ടയ്ക്ക് മത്സരിക്കേണ്ടി വന്നത്. ടൊയോട്ടയുടെ ഗുണമേന്മ മികച്ചതാണെങ്കിൽ പോലും വില ഒരു പ്രധാന ഘടകമാണ്. 1980കളിൽ US ഡോളറിനെ ദുർബലപ്പെടുത്താൻ ലക്ഷ്യമിട്ടിട്ടുള്ള പ്ലാസ അക്കോർഡിന് ശേഷം യെൻ വീണ്ടും കുത്തനെ ഉയർന്നു. ജപ്പാന്റെ കറൻസി കുതിച്ചു. അതോടൊപ്പം അത് വിദേശത്ത് വിറ്റ എല്ലാത്തിന്റെയും വില വീണ്ടും വർദ്ധിപ്പിച്ചു. ലോകം ജപ്പാന്റെ വിജയത്തെ അഭിനന്ദിച്ചുകൊണ്ടിരുന്നപ്പോൾ ജാപ്പനീസ് ഫാക്ടറികൾ വേദന അനുഭവിച്ചു തുടങ്ങിയിരുന്നു. അവരുടെ ഉൽപ്പന്നങ്ങൾക്ക് വില കൂടി, ലാഭം കുറയാൻ തുടങ്ങി. യെന്നിന്റെ മൂല്യം കുറയ്ക്കാൻ ജപ്പാന് മുന്നിൽ ലോകവിപണി സമ്മർദ്ദം ചെലുത്തി. അവർ വഴങ്ങിയില്ല. ശക്തമായ യെൻ ജപ്പാനെ കടലാസിൽ സമ്പന്നമാക്കി. പക്ഷേ അത് സമ്പദ് വ്യവസ്ഥയുടെ ജീവരക്തമായ കയറ്റുമതിയെ നിശബ്ദമായി ഊറ്റിക്കളഞ്ഞു. ജപ്പാന്റെ തകർച്ചയിൽ ഓവർ റെഗുലേഷന് വലിയ പങ്കുണ്ട്. ജപ്പാൻ നിയമങ്ങളുടെ രാജ്യമാണ്. കൃത്യത, അച്ചടക്കം, നടപടിക്രമങ്ങൾ ഇതെല്ലാം അതിന്റെ DNA-യിൽ തന്നെയുണ്ട്. ഇതേ നിയമങ്ങൾ തന്നെ പുരോഗതിക്ക് വിലങ്ങതടിയാവുമ്പോൾ എന്ത് സംഭവിക്കും? ജപ്പാനിൽ ഒരു പുതിയ ബിസിനസ് തുടങ്ങുന്നത് നരകത്തിൽ ദയാഹർജിക്ക് അപേക്ഷിക്കും പോലെയാണ്. ബ്യൂറോക്രസിയുടെ പല തട്ടുകൾ, കാലഹരണപ്പെട്ട ബിസിനസ് നിയമങ്ങൾ, അമിതമായ പേപ്പർ വർക്കുകൾ എന്നിവ ചേർന്ന് ഇന്നൊവേഷൻ പ്രക്രിയ നിരുത്സാഹപ്പെടുത്തുന്നു. ഒരു സ്റ്റാർട്ടപ്പ് ആരംഭിക്കാൻ ഡസൻ കണക്കിന് പെർമിറ്റുകൾ, വ്യക്തതയില്ലാത്ത സമ്മതപത്രങ്ങൾ എന്നിവയെല്ലാം വേണം. ഡ്രോണുകൾ നിർമ്മിക്കുന്ന സ്റ്റാർട്ടപ്പിന് മൃഗസംരക്ഷണ വകുപ്പിന് അനുമതി വേണമെന്ന് വരെ പറയും. പുതിയ ആശയങ്ങളെ സ്വാഗതം ചെയ്യുന്നതിനേക്കാൾ തെറ്റുകളെ ഭയപ്പെടുന്ന ഈ സംസ്കാരമാണ് പുതിയ സംരംഭകർ അഭിമുഖീകരിക്കുന്നത്. നേരെ മറിച്ച് ദക്ഷിണ കൊറിയ, തായ്വാൻ, US തുടങ്ങിയ രാജ്യങ്ങൾ അതിവേഗം നീങ്ങി. ഇവർ പരീക്ഷണങ്ങൾ പ്രോത്സാഹിപ്പിച്ചു. ജപ്പാന്റെ സംവിധാനം അനുസരണയ്ക്കാണ് പ്രതിഫലം നൽകുന്നത്, ഇന്നൊവേഷൻ അല്ല. ലോകം ഡിജിറ്റൽ യുഗത്തിൽ മുങ്ങിയാണ്ടപ്പോഴും ഇന്നും ജപ്പാനിലെ പല ഓഫീസുകളും ഫാക്സ് മെഷീനുകളും പേപ്പർ സ്റ്റാമ്പുകളും അടങ്ങുന്ന ഹാങ്കോ സിസ്റ്റത്തെ ആശ്രയിക്കുന്നു. ഇത് വിശ്വസിക്കാൻ പ്രയാസമുള്ള കാര്യമായി തോന്നാം. റോബോട്ടിക്സിന് തുടക്കമിട്ടൊരു രാജ്യം ഇപ്പോഴും അതിന്റെ ബ്യൂറോക്രസി 1985ലേതുപോലെ നിലനിർത്തുന്നു. അമിതമായ നിയന്ത്രണം നിശബ്ദമായ മരണമാണ് സൃഷ്ടിച്ചത്. പെട്ടെന്നുള്ള തകർച്ചയല്ല, സാവധാനത്തിലുള്ള ശ്വാസം മുട്ടായി. സ്റ്റാർട്ടപ്പുകൾ ഒരിക്കലും പറന്നുയർന്നില്ല. 1990-ന് ശേഷം ജപ്പാനിൽ വലിയ ടെക് കമ്പനികൾ ജനിച്ചിട്ടില്ല. യുവാക്കൾ നിശബ്ദമായി സ്വപ്നങ്ങൾ ഉപേക്ഷിച്ചു. കഴിഞ്ഞ 10 വർഷത്തിനിടെ ആഗോളതലത്തിൽ അറിയപ്പെടുന്ന ഒരു സ്റ്റാർട്ടപ്പ് പോലും ആ രാജ്യത്തു നിന്ന് ഉയർന്നു വന്നിട്ടില്ല. ഇന്ത്യ പോലും ഇക്കാര്യത്തിൽ ജപ്പാനേക്കാൾ വളരെ മുന്നിലാണ്. കാര്യം, നിലവിലുള്ള സോണിയും ടയോട്ടയും നിന്റെൻഡോയും പോലുള്ള ജാപ്പനീസ് കോർപ്പറേഷനുകൾ ലോകത്തിലെ ഏറ്റവും സമ്പന്നമായവയാണ്. യഥാർത്ഥ കഥ എന്താണെന്നാൽ വിൽപ്പനയിൽ അഭിവൃദ്ധിയുള്ളതുകൊണ്ടല്ല അവർ സമ്പന്നരായത്, മറിച്ച് പണം പൂഴ്ത്തിവെച്ചിട്ടാണ്. 1990കളിലെ അസറ്റ് ബബിൾ പൊട്ടിയതിനു ശേഷമാണ് വലിയ കമ്പനികൾ പണം പൂഴ്ത്തിവെക്കാൻ തുടങ്ങിയത്.
1990 ശേഷമുള്ള 10 വർഷം ജപ്പാന്റെ സമ്പദ് വ്യവസ്ഥ നഷ്ടപ്പെട്ട ദശകങ്ങൾ അഥവാ ലോസ്റ്റ് ഡീക്കേഡ്സ് എന്ന് വിളിക്കപ്പെടുന്ന കാലഘട്ടത്തിലൂടെ കടന്നുപോയിരുന്നു. ബാങ്കുകൾ പാപ്പരായി, ദശലക്ഷക്കണക്കിന് നിക്ഷേപകർ നശിച്ചു. ആ ആഘാതം ജാപ്പനീസ് കമ്പനികളുടെ ചിന്താഗതി എന്നേക്കുമായി മാറ്റിമറിക്കുകയായിരുന്നു. അവർ അമിതമായി ജാഗ്രതയുള്ളവരായി. റിസ്ക് എടുത്ത് നിക്ഷേപിക്കുന്നതിനോ പുതിയ വിപണികളിലേക്ക് വ്യാപിക്കുന്നതിനോ പകരം അവർ സമ്പാദിക്കാൻ തുടങ്ങി. അങ്ങനെ ബാങ്ക് അക്കൗണ്ടുകളിൽ വെറുതെ കിടക്കുന്ന പണത്തിന്റെ കൂമ്പാരങ്ങൾ രൂപപ്പെട്ടു. കമ്പനികൾ പുനർനിക്ഷേപിക്കുന്നതിന് പകരം പണം റിസർവിൽ വെച്ചു. സമീപ വർഷങ്ങളിലെ കണക്കനുസരിച്ച് ജാപ്പനീസ് കോർപ്പറേഷനുകൾ കൂട്ടായി 500 ട്രില്യൺ യെന്നിലധികം ക്യാഷ് റിസർവ് കൈവശം വയ്ക്കുന്നു. ഇത് പല രാജ്യങ്ങളുടെയും GDP-യേക്കാൾ കൂടുതലാണ്. ഈ പണം തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കുന്നില്ല, നവീകരണത്തിന് ധനസഹായം നൽകുന്നില്ല, സമ്പദ് വ്യവസ്ഥയിൽ പ്രചരിക്കുന്നുമില്ല. അത് മഞ്ഞുകാലത്തെ ഷിനാനോ നദി പോലെ തണുത്തുറഞ്ഞു കിടക്കുന്നു. സാധ്യതകൾ നൽകുന്ന ഊർജ്ജം ജപ്പാൻ പൂട്ടിയിട്ടിരിക്കുന്നു. അതേസമയം ചെറുകിട ബിസിനസ്സുകൾ ഫണ്ടിനായി ദാഹിക്കുന്നു. പതിയെ ഈ റിസ്ക് ഒഴിവാക്കൽ ഒരു സാംസ്കാരിക ഘടകമായി മാറി. ജാപ്പനീസ് CEO-മാർ പരിശീലിപ്പിക്കപ്പെടുന്നത് പരാജയപ്പെടാതിരിക്കാനാണ്. വാസ്തവത്തിൽ ജപ്പാനിൽ പരാജയം ഒരു പാഠമായിട്ടല്ല, മറിച്ച് ലജ്ജാകരമായിട്ടാണ് കാണുന്നത്. അതിനാൽ എല്ലാവരും സുരക്ഷിതമായി കളിക്കുന്നു. ധീരമായ സ്റ്റാർട്ടപ്പുകളില്ല, വിപ്ലവകരമായ ആശയങ്ങളില്ല, നിശബ്ദമായ സ്ഥിരത മാത്രം, ഒപ്പം മുരടിപ്പും. 1990-കൾ മുതൽ ജപ്പാന്റെ സെൻട്രൽ ബാങ്ക് പലിശ നിരക്കുകൾ 0-നടുത്ത് നിലനിർത്തിയിട്ടുണ്ട്. ജപ്പാനിൽ ഫിക്സ്ഡ് ഡെപ്പോസിറ്റ് ഇട്ടാൽ 10 പൈസ പലിശ ലഭിക്കില്ല. ചെലവഴിക്കലും നിക്ഷേപവും പ്രോത്സാഹിപ്പിക്കുന്നതിനാൽ ഇത് കുറച്ചുകാലം ഫലിച്ചു. എന്നാൽ ഇപ്പോൾ അത് രോഗം മാറിയ രോഗിക്ക് വീണ്ടും അതേ മരുന്ന് നൽകുന്നത് പോലെയാണ്. പലിശ നിരക്കുകൾ വളരെക്കാലം കുറഞ്ഞിരിക്കുമ്പോൾ വിപണി പ്രതികരിക്കാതെയാകും. വായ്പയെടുക്കൽ കൂടുന്നില്ല, കാരണം എല്ലാവരും ഇതിനകം തന്നെ ലോൺ സാച്ചുറേറ്റഡ് ആണ്. അതേസമയം ചിലവഴിക്കൽ ഇല്ലാത്തതിനാൽ സമ്പാദ്യം കുറയുന്നുമില്ല. കാരണം ജപ്പാനിലെ ജനങ്ങൾ, പ്രത്യേകിച്ച് പ്രായമായ പൗരന്മാർ, സുരക്ഷിതത്വമാണ് ആഗ്രഹിക്കുന്നത്, റിസ്ക്കും ലോണുമല്ല. അതുകൊണ്ട് 0-നടുത്തോ നെഗറ്റീവോ ആയ നിരക്കുകൾ ഉണ്ടായിട്ടും ജപ്പാന്റെ സമ്പദ് വ്യവസ്ഥ പ്രതികരിക്കുന്നില്ല. ബാങ്ക് ഓഫ് ജപ്പാൻ ബട്ടണുകൾ അമർത്തുന്നത് തുടരുന്നു, പക്ഷേ മെഷീനറി കഷ്ടിച്ചു മാത്രമാണ് നീങ്ങുന്നത്. സർക്കാർ തുടർച്ചയായി വിളിച്ചു പറയുന്നു, ചെലവഴിക്കുക, വായ്പയെടുക്കുക, നിക്ഷേപിക്കുക. എന്നാൽ ജപ്പാൻകാർ നിശബ്ദമായി മറുപടി പറയുന്നുണ്ട്, വേണ്ട, ഞങ്ങൾ സമ്പാദിക്കാൻ ആഗ്രഹിക്കുന്നു. ഒരിക്കൽ ജപ്പാന്റെ ശക്തമായ ആയുധമായിരുന്ന മോണിറ്ററി പോളിസിക്ക് അതിന്റെ മാന്ത്രിക ശക്തി നഷ്ടപ്പെട്ടു കഴിഞ്ഞു. സെൻട്രൽ ബാങ്ക് വളർച്ച വർദ്ധിപ്പിക്കാൻ ശ്രമിക്കുന്നതിനനുസരിച്ച് ആളുകൾക്ക് സിസ്റ്റത്തിലുള്ള വിശ്വാസം കുറയുന്നു. ലോകത്തിലെ തന്നെ ഏറ്റവും ശക്തമായ സെൻട്രൽ ബാങ്കിന് പോലും വളർച്ച തിരികെ കൊണ്ടുവരാൻ കഴിയാതാകുമ്പോൾ വിദേശ നിക്ഷേപകർക്കും ജപ്പാനിൽ താല്പര്യമില്ലാതായി. അതുകൊണ്ടാണ് വിദേശ നിക്ഷേപകർ ഇപ്പോൾ ജപ്പാനെ ഒരു ലോ റിട്ടേൺ അല്ലെങ്കിൽ ലോ റിസ്ക് മ്യൂസിയമായി കാണുന്നത്. പണം ഗുണിക്കുന്നതിന് പകരം ശൈത്യകാല നിദ്ര നടത്തുന്ന ഒരിടം. ചൈനീസ് ഇന്നൊവേഷൻ ലാബുകളുടെ വളർച്ചയും ജപ്പാനെ തകർത്തു. ഒപ്പോയും ഷവോമിയുമെല്ലാം ആപ്പിളിനോടും സാംസങ്ങിനോടും വരെ മത്സരിച്ചപ്പോൾ BYD ടെസ്ലയോടും DJI സോണിയോടും കൊമ്പുകോർത്തു. ജപ്പാൻ ചിത്രത്തിൽ എവിടെയും ഇല്ലായിരുന്നു. ചൈനയുടെ വളരാനുള്ള അതിമോഹവും തൊഴിൽ ശക്തിയും കണക്കില്ലാത്ത പണവും ആഗോള നിക്ഷേപവും മെയ്ഡ് ഇൻ ജപ്പാനെ തകർത്തു. സോണി, പാനസോണിക്, തോഷിബ എന്നിവയ്ക്ക് പകരം കൊറിയയിലെ സാംസങ്ങും തായ്വാനിലെ TSMCയും ചൈനയുടെ ഹുവാവിയും മാർക്കറ്റ് പിടിച്ചു. ജപ്പാൻ പൂർണ്ണതയിൽ മുഴുകിയപ്പോൾ അതിന്റെ എതിരാളികൾ വേഗതയിലും മാർക്കറ്റ് അഡാപ്റ്റേഷനിലും ശ്രദ്ധിച്ചു. അവർ ജപ്പാന്റെ ശക്തികളിൽ നിന്ന് പഠിച്ചു, കൂടുതൽ വേഗത്തിൽ നീങ്ങി. ഡിജിറ്റൽ വിപ്ലവം പൊട്ടിത്തെറിച്ചപ്പോൾ ജപ്പാൻ അതിന്റെ ഹാർഡ്വെയർ കംഫർട്ട് സോണിൽ ആലസ്യത്തിലാണ്ട് കിടന്നു. കാറുകൾ, യന്ത്രങ്ങൾ, ചിപ്പുകൾ എന്നിവ നിർമ്മിക്കുന്നതിൽ അപ്പോഴും അത് മികച്ചതാണ്. എന്നാൽ സോഫ്റ്റ്വെയർ, AI, ഇന്റർനെറ്റ് എക്കോണമി എന്നിവയിൽ പിന്നോട്ട് പോയി. മനുഷ്യ ചരിത്രത്തിലെ മറ്റേതൊരു രാജ്യത്തെക്കാളും വേഗത്തിൽ ജപ്പാൻ വൃദ്ധരാവുകയാണ്. ടോക്കിയോ സബർബിലൂടെ നടന്നാൽ അത് കാണാം. ചെറിയ പൂന്തോട്ടങ്ങൾ പരിപാലിക്കുന്ന വൃദ്ധന്മാർ, ഡെലിവറി വാനുകൾ ഓടിക്കുന്ന മധ്യവയസ്കർ, കൊഴിഞ്ഞ ചിൽഡ്രൻസ് പാർക്കുകൾ. ജപ്പാനിലെ ജനസംഖ്യയുടെ 30% 65 വയസ്സിന് മുകളിലാണെന്ന് പറഞ്ഞല്ലോ. 1/3 വൃദ്ധർ. ഇതിനെയാണ് ഇന്ന് ലോകം സിൽവർ സുനാമി എന്ന് വിളിക്കുന്നത്. വെള്ളിനര വീണ മനുഷ്യരുടെ പ്രളയം. ജപ്പാനിലെ പഴയ തലമുറ, അതായത് 2ാം ലോക മഹായുദ്ധത്തിന് ശേഷം രാജ്യത്തെ പുനർനിർമ്മിച്ചവരും സോണി, ടൊയോറ്റ, പാനസോണിക് തുടങ്ങിയ കമ്പനികളെ ആഗോള ബ്രാൻഡുകളാക്കിയവരും ഇപ്പോൾ ജോലി ചെയ്യാൻ കഴിയാത്തത്ര പ്രായമുള്ളവരായി. ആശുപത്രികൾ നിറഞ്ഞിരിക്കുന്നു. നഴ്സിംഗ് ഹോമുകളിൽ വലിയ തിരക്കാണ്. ചില പട്ടണങ്ങളിൽ നവജാത ശിശുക്കളെക്കാൾ കൂടുതൽ 100 വയസ്സിന് മുകളിലുള്ളവരുണ്ട്. ഇതൊരു ആലങ്കാരിക പ്രയോഗമല്ല, യാഥാർത്ഥ്യമാണ്. ഇത് പെട്ടെന്ന് സംഭവിച്ചതല്ല. പതിറ്റാണ്ടുകളായി ജനസംഖ്യാ ശാസ്ത്രജ്ഞർ ഏജിംഗ് ക്ലിഫിനെ കുറിച്ച് മുന്നറിയിപ്പ് നൽകിയിരുന്നു. എന്നാൽ സർക്കാർ അതിനെതിരെ ഒന്നും ചെയ്തില്ല. സാങ്കേതികവിദ്യയും കാര്യക്ഷമതയും ഓട്ടോമേഷനും രക്ഷിക്കുമെന്ന് അവർ കരുതി. റോബോട്ടുകൾക്ക് തൊഴിലാളികൾക്ക് പകരമാവാൻ സാധിക്കും, പക്ഷെ അവയ്ക്ക് മനുഷ്യന് പകരമാവാൻ കഴിയില്ല. 2025-ൽ ഒരു ശരാശരി ജാപ്പനീസ് സ്ത്രീക്ക് വെറും 1.2 കുട്ടികൾ മാത്രമാണുള്ളത്. ഇത് ജനസംഖ്യ നിലനിർത്താൻ ആവശ്യമായ 2.1 കുട്ടികൾ എന്നതിനേക്കാൾ വളരെ താഴെയാണ്. ഇതിനർത്ഥം ഓരോ തലമുറയും മുൻ തലമുറയേക്കാൾ ഏകദേശം പകുതിയായി കുറയുന്നു. 2024 വർഷത്തിൽ തുടർച്ചയായ 8ാം തവണയും ഏറ്റവും കുറഞ്ഞ ജനന നിരക്കാണ് ജപ്പാനിൽ രേഖപ്പെടുത്തിയത്. 13 കോടി ജനങ്ങളുള്ള ആ രാജ്യത്ത് 7,98,375 കുഞ്ഞുങ്ങൾ മാത്രമാണ് 2024-ൽ ജനിച്ചത്. ആ ഭീകരത ആലോചിച്ചു നോക്കൂ.
എന്തുകൊണ്ടാണ് ജപ്പാൻകാർക്ക് കുട്ടികൾ ഇല്ലാത്തത്? അവർക്ക് കുട്ടികൾ ഇഷ്ടമില്ലാത്തത് കൊണ്ടല്ല, ജീവിതം തന്നെ വളരെ ചെലവേറിയതും ഏകാന്തവും ക്ഷീണിപ്പിക്കുന്നതുമായതുകൊണ്ടാണ്. ലോകത്തിലെ ഏറ്റവും ചെലവേറിയ നഗരങ്ങളിലൊന്നാണ് ടോക്കിയോ. അവിടെ ഒരു കുട്ടിയെ വളർത്തുന്നതിന് വലിയ സാമ്പത്തിക സ്രോതസ് ആവശ്യമുണ്ട്. താമസം, വിദ്യാഭ്യാസം, ശിശു പരിപാലനം എന്നിവ പല യുവദമ്പതികൾക്കും താങ്ങാൻ കഴിയുന്നതിലും അപ്പുറമാണ്. അപ്പോൾ ചോദിക്കും, ഡീഫ്ലേഷനിൽ എല്ലാം വില കുറഞ്ഞില്ലേ എന്ന്. ടോക്കിയോവിൽ അത് ബാധകമല്ല. അതൊരു ആഗോള നഗരമാണ്. നിശബ്ദമായ മറ്റൊരു കാരണവും ഇതിനൊപ്പം പറയണം. ജപ്പാനിലെ തൊഴിൽ സംസ്കാരം. ആഴ്ചയിൽ 6 ദിവസം 12 മുതൽ 14 മണിക്കൂർ വരെ ഓവർ ടൈം ശമ്പളമില്ലാതെ ജോലി ചെയ്യുന്നതിനെ കുറിച്ച് സങ്കല്പിക്കുക. എങ്ങനെ ഡേറ്റിംഗ് നടത്തൂ? എങ്ങനെ വിവാഹം കഴിക്കും? അർദ്ധരാത്രിക്ക് ശേഷം വീട്ടിലെത്തുമ്പോൾ എങ്ങനെ ഒരു കുട്ടിയെ വളർത്തൂ? ലക്ഷക്കണക്കിന് യുവ ജാപ്പനീസ് പ്രൊഫഷണലുകളുടെ യാഥാർത്ഥ്യമാണിത്. അതുകൊണ്ട് കൂടുതൽ പേർ സിംഗിൾ ലൈഫ് തിരഞ്ഞെടുക്കുന്നു. ടോക്കിയോവിൽ മണിക്കൂർ കണക്കിന് ഭാര്യമാരെ വാടകയ്ക്കെടുക്കാവുന്ന വൻ സ്ഥാപനങ്ങളുണ്ട്. ലൈംഗികതയ്ക്ക് വേണ്ടിയല്ല, ഒരു ഒഴിവ് ദിവസം നിങ്ങളോടൊപ്പം പാർക്കിൽ നടക്കാൻ, നിങ്ങൾ പറയുന്നത് കേൾക്കാൻ, മടിയിൽ കിടന്ന് ഒന്ന് പൊട്ടിക്കരയാൻ ഒരാൾ, മണിക്കൂർ കണക്കിൽ ഒരു ഭാര്യ. ജപ്പാനിലെ പ്രശസ്തമായ ഓറിയന്റ് ഇൻഡസ്ട്രീസ് ലിമിറ്റഡ് സൃഷ്ടിക്കുന്നത് എന്താണെന്നറിയാമോ? പാവകൾ. മനുഷ്യരുടെ വലിപ്പമുള്ള പാവകൾ. ഭാര്യമാരായും ഭർത്താക്കന്മാരുമായി അഭിനയിക്കുന്ന റിയൽ ഹ്യൂമൻ സൈസ് പാവകൾ. ജോലി കഴിഞ്ഞ് വീട്ടിലെത്തുമ്പോൾ ഈ പാവകളോട് ജപ്പാൻകാർ വർത്തമാനം പറയും, പിണങ്ങും, പരിഭവിക്കും, ഒരുമിച്ച് അത്താഴം കഴിക്കും, കെട്ടിപ്പിടിച്ചുറങ്ങും. 2050 ആകുമ്പോഴേക്കും ജാപ്പനീസ് ജനസംഖ്യ 10 കോടിയിൽ താഴെയാകുമെന്നാണ് കണക്കാക്കുന്നത്. ഇത് സമ്പദ് വ്യവസ്ഥയ്ക്ക് സൃഷ്ടിക്കുന്ന ആഘാതം വളരെ വലുതാണ്. താഴേക്ക് പോകുന്ന പോപ്പുലേഷൻ എന്നാൽ ചുരുങ്ങുന്ന തൊഴിലാളികൾ, കുറഞ്ഞ നികുതിദായകർ, വളരെ കുറച്ച് ഉപഭോക്താക്കൾ എന്നുകൂടിയാണ് അർത്ഥം. കടകൾ അടച്ചുപൂട്ടുന്നു, സ്കൂളുകൾ പൂട്ടിപ്പോകുന്നു, നഗരങ്ങൾ തന്നെ രായ്ക്കരാമാനം അപ്രത്യക്ഷമാകുന്നു. ജപ്പാനിലെ 30 ലക്ഷത്തിലധികം വീടുകൾ ഉപേക്ഷിക്കപ്പെട്ട നിലയിലാണെന്ന് കണക്കുകൾ പറയുന്നു. 12 കോടി ജനസംഖ്യയുള്ള രാജ്യത്ത് ഉപേക്ഷിക്കപ്പെട്ട 30 ലക്ഷം വീടുകൾ. അവയെ അക്കിയ എന്നാണ് ജപ്പാൻകാർ വിളിക്കുന്നത്. ഒരു ഇന്ത്യക്കാരന് 15 ലക്ഷം രൂപ കയ്യിലുണ്ടെങ്കിൽ 3 ബെഡ്റൂമുള്ള ഒരു വീട് ജപ്പാന്റെ ഉൾപ്രദേശത്ത് വാങ്ങാൻ കഴിയും. രാജ്യത്തെ വൃദ്ധരെ പോറ്റാൻ വലിയ പെൻഷൻ പദ്ധതികൾ ആവശ്യമാണ്. ഈ ഭാരവും വന്നു ചേരുന്നത് രാജ്യത്തെ യുവാക്കളുടെ ചുമലിൽ. അവർ അധിക നികുതികൾ നൽകേണ്ടി വരുന്നു. എന്നിട്ടും പെൻഷൻ സംവിധാനം പലപ്പോഴും തകരും. കാരണം പ്രായമായവരെ പിന്തുണയ്ക്കാൻ ആവശ്യത്തിന് യുവ തൊഴിലാളികളില്ല. കേരള സർക്കാർ മാത്രമല്ല, ജാപ്പനീസ് സർക്കാരും മാസങ്ങളോളം പെൻഷൻ കുടിശ്ശികയാക്കാറുണ്ട്. ശാന്തമായ ജാപ്പനീസ് മലയോര ഗ്രാമങ്ങളിൽ പ്രതിസന്ധി കൂടുതൽ ദാരുണമാണ്. ജോലിയും വിദ്യാഭ്യാസവും തേടി ചെറുപ്പക്കാർ നഗരങ്ങളിലേക്ക് പോയി. പ്രായമായവർ അവിടെ തന്നെ അവശേഷിക്കുന്നു. ഓരോ വർഷവും അവർ കൂടുതൽ പ്രായമാകുന്നു. ചില ഗ്രാമങ്ങളിൽ ശരാശരി പ്രായം 70-ന് മുകളിലാണ്. കുട്ടികളെയില്ല. ജപ്പാനിലെ പ്രാദേശിക സർക്കാരുകൾ പ്രതിസന്ധി പരിഹരിക്കാൻ തീവ്രമായി ശ്രമിക്കുന്നുണ്ട്. പണവും സൗജന്യ വീടുകളും കുടുംബങ്ങളെ ആകർഷിക്കാൻ സൗജന്യ കൃഷിഭൂമി പോലും വാഗ്ദാനം ചെയ്യുന്നു. പക്ഷേ വളരെ കുറച്ചുപേർ മാത്രമേ വരുന്നുള്ളൂ. കാരണം അവർക്ക് വേണ്ടത് ഭൂമിയല്ല, അവസരങ്ങളാണ്. കാര്യക്ഷമതയ്ക്ക് പേരുകേട്ട ജപ്പാൻ അതിന്റെ ഫാക്ടറികളും ആശുപത്രികളും പ്രവർത്തിപ്പിക്കാൻ തൊഴിലാളികളെ കണ്ടെത്താൻ പാടുപെടുന്നു. നഴ്സുമാർ, പരിചാരകർ മുതൽ നിർമ്മാണ തൊഴിലാളികൾ, എഞ്ചിനീയർമാർ വരെ മിക്കവാറും എല്ലാ അത്യാവശ്യ മേഖലകളിലും കടുത്ത ക്ഷാമമുണ്ട്. എന്നാൽ അവർ കുടിയേറ്റക്കാരെ പ്രോത്സാഹിപ്പിക്കുന്നുമില്ല. ചരിത്രപരമായി തന്നെ കുടിയേറ്റം വിലക്കിയിരിക്കുന്ന രാജ്യമാണ് ജപ്പാൻ. അത് നമ്മൾ വേറൊരു ഭാഗത്ത് ചർച്ച ചെയ്യുന്നുണ്ട്. ആശുപത്രികളിൽ ആവശ്യത്തിന് സ്റ്റാഫ് ഇല്ലാത്തതിനാൽ പ്രായമായ രോഗികൾക്ക് കൂടുതൽ സമയം കാത്തിരിക്കേണ്ടി വരുന്നു. ഫാക്ടറികളിൽ യന്ത്രങ്ങൾ പ്രവർത്തിക്കാൻ ആളില്ലാത്തതിനാൽ വെറുതെ നശിക്കുന്നു. ടോക്കിയോയിലെ 24 മണിക്കൂറും തുറന്നിരുന്ന കൺവീനിയൻസ് സ്റ്റോറുകൾ ഇപ്പോൾ തൊഴിലാളികളുടെ കുറവ് കാരണം നേരത്തെ അടയ്ക്കുന്നു. ഇത് മറികടക്കാൻ ജപ്പാൻ സർക്കാർ ഓട്ടോമേഷൻ പരീക്ഷിച്ചു. റെസ്റ്റോറന്റുകളിൽ ഭക്ഷണം വിതരണം ചെയ്യുന്നതിനും ആശുപത്രികളിൽ രോഗികളെ സഹായിക്കുന്നതിനും റോബോട്ടുകളെ ടോക്കിയോയിൽ കാണാം. എന്നാൽ ഒരു റോബോട്ട് എത്രമാത്രം അപ്ഡേറ്റഡ് ആയിരുന്നാലും അത് നികുതി നൽകുന്നില്ല, ഗ്രോസറി വാങ്ങുന്നില്ല, കുടുംബങ്ങളെ നിലനിർത്തുന്നില്ല. ഇനി ഈ കഥയിലെ കൗതുകകരവും സങ്കടകരവുമായ കാര്യത്തിലേക്ക് വരാം. ജപ്പാനിലെ യുവത്വത്തിന് ഡേറ്റിംഗിലോ വിവാഹത്തിലോ ലൈംഗിക ബന്ധത്തിലോ താല്പര്യമില്ല. സർവേകൾ വെളിപ്പെടുത്തുന്നത് 20കളിലും 30കളിലുമുള്ള ഏകദേശം 50% ജപ്പാൻകാരും അവിവാഹിതരാണെന്നാണ്. അവർ ഒരു ബന്ധത്തിലും ഏർപ്പെട്ടിട്ടില്ല. പലരും സ്വയം ലൈംഗികമായി നിസ്സംഗർ എന്ന് പോലും വിശേഷിപ്പിക്കുന്നു. ഈ പ്രതിഭാസം പുതിയ സാമൂഹിക ഗ്രൂപ്പുകൾക്ക് കാരണമായി. മിനിമലിസ്റ്റിക് ഗ്രൂപ്പ്, ഷോക്കുക്കി ഡാൻഷി തുടങ്ങിയ കമ്മ്യൂണിറ്റികളിൽ നിരവധി അംഗങ്ങളുണ്ട്. ലൈംഗികത ഒഴിവാക്കി കുടുംബ ബന്ധങ്ങൾ നിഷിദ്ധമായി കാണുന്ന ഈ ഗ്രൂപ്പുകൾ ശാന്തമായ ഹോബികളോ വീഡിയോ ഗെയിമുകളോ ഏകാന്തതയോ ഇഷ്ടപ്പെടുന്നു. മറുവശത്ത് സ്ത്രീകൾ കൂടുതൽ സ്വതന്ത്രരും വിദ്യാസമ്പന്നരും കരിയറിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നവരുമായി. എന്നാൽ സമൂഹം അവരോടൊപ്പം എത്തിയിട്ടില്ല. വിവാഹശേഷമോ പ്രസവശേഷമോ സ്ത്രീകൾ ജോലി ഉപേക്ഷിക്കണമെന്ന് ജപ്പാനിലെ തൊഴിലിടങ്ങൾ ഇപ്പോഴും പ്രതീക്ഷിക്കുന്നു. അതുകൊണ്ട് പല സ്ത്രീകളും പറയുന്നു, എന്റെ സ്വാതന്ത്ര്യം ഉപേക്ഷിക്കേണ്ടി വരുമെങ്കിൽ എന്തിനാണ് ഞാൻ വിവാഹം കഴിക്കുകയോ കുട്ടികൾ ഉണ്ടാവുകയോ ചെയ്യുന്നത്? അങ്ങനെയാണ് ജപ്പാനിൽ വിവാഹം ഒരു സ്വപ്നമല്ലാതായത്. അതൊരു ഭാരമായി മാറി. വിവാഹം കുറയുമ്പോൾ ജനനവും കുറയുന്നു. പ്രണയിക്കാത്തൊരു സമൂഹം വൈകാരികമായും ജൈവികമായും പുനരുൽപാദനം നിർത്തുന്നു.
ഇതൊരു ലോൺലിനെസ് എപ്പിഡമിക്കിനും കാരണമാകുന്നു. സമൂഹത്തിൽ നിന്ന് പൂർണ്ണമായും പിന്മാറുന്ന ആളുകൾക്ക് ജപ്പാനിൽ ഒരു പേരുണ്ട്, ഹിക്കിക്കോമാരി. ഇവർ വ്യക്തികളാണ്, പലപ്പോഴും യുവാക്കളായ പുരുഷന്മാരാണ്. മാസങ്ങളോളം അല്ലെങ്കിൽ വർഷങ്ങളോളം മുറികളിൽ അടച്ചിട്ട് അവർ സാമൂഹിക ബന്ധങ്ങൾ നിരസിക്കുന്നു. പിന്നെ കോഡോകാഷി എന്ന് ജപ്പാൻകാർ വിളിക്കുന്ന ഒറ്റപ്പെട്ട മരണമാണ് അവരെ തേടിയെത്തുക. പ്രായമായ ആളുകൾ അവരുടെ അപ്പാർട്ട്മെന്റുകളിൽ ഒറ്റയ്ക്ക് മരിക്കുന്നു. ചിലപ്പോൾ ആഴ്ചകളോളം ആ മരണം ആരും അറിയുന്നില്ല. പതിറ്റാണ്ടുകളോളം ഒരു സമൂഹം പെർഫെക്ഷനും ഉൽപാദനക്ഷമതയ്ക്കും മുൻഗണന നൽകുമ്പോൾ സംഭവിക്കുന്നത് ഇതാണ്. ആളുകൾ പരസ്പരം ബന്ധപ്പെടാൻ മറന്നുപോകുന്നു. ജപ്പാൻ നമുക്ക് വിശ്വസിക്കാൻ പറ്റാത്തൊരു വിചിത്ര രാജ്യമാണ്. അച്ചടക്കവും ആദരവും ആധുനികതയുമുള്ള ലോകം. എന്നാൽ അതിന്റെ സാമൂഹിക ഘടന 20-ാം നൂറ്റാണ്ടിലെ ലോകത്തിനു വേണ്ടി നിർമ്മിച്ചതാണ്. അവിടെ പുരുഷന്മാർ ജോലി ചെയ്യുകയും സ്ത്രീകൾ വീട്ടിലിരിക്കുകയും കമ്പനികൾ ജീവനക്കാരെ ജീവിതകാലം മുഴുവൻ പരിപാലിക്കുകയും ചെയ്യുന്നു. എന്നാൽ ആ ലോകം ഇന്ന് നിലവിലില്ല. ഇന്നത്തെ യുവാക്കൾ തുല്യതയും ഫ്ലെക്സിബിലിറ്റിയും ലൈഫ് കരിയർ ബാലൻസും ആഗ്രഹിക്കുന്നവരാണ്. പക്ഷെ സിസ്റ്റം അവരെ നിർബന്ധിക്കുന്നത് അനുസരണയും ത്യാഗവും ശീലിക്കാനാണ്. ശരി, അപ്പോൾ ഇനി ജപ്പാനിൽ എന്ത് സംഭവിക്കും? ഈ പ്രവണതകൾ തുടരുകയാണെങ്കിൽ 2070ഓടെ ജപ്പാന്റെ ജനസംഖ്യ 85 ദശലക്ഷത്തിൽ താഴെയാകാം. അതിൽ ഏകദേശം 40% പേർ 65 വയസ്സിന് മുകളിലായിരിക്കും. സ്കൂളുകൾ അടച്ചുപൂട്ടും, ഗ്രാമീണ പട്ടണങ്ങൾ അപ്രത്യക്ഷമാകും. ഒരു കാലത്ത് ജീവസുറ്റ ടോക്കിയോ പോലും കൂടുതൽ ശൂന്യമായി പോകും. ജപ്പാൻ ഒരു ജനസംഖ്യാപരമായ മരണച്ചുഴിയിലേക്ക് പ്രവേശിക്കുകയാണെന്ന് സാമ്പത്തിക വിദഗ്ധർ മുന്നറിയിപ്പ് നൽകുന്നു. എങ്കിലും എല്ലാം ഇരുണ്ടതല്ല. ചില പട്ടണങ്ങൾ സ്വയം പുനർനിർമ്മിക്കുന്നുണ്ട്. അവർ ഡിജിറ്റൽ നൊമാഡുകളെ സ്വീകരിക്കുന്നു, കുടിയേറ്റം പ്രോത്സാഹിപ്പിക്കുന്നു. യുവസംരംഭകർ സ്മാർട്ട് വില്ലേജുകൾ പരീക്ഷിക്കുന്നു. ഉപേക്ഷിക്കപ്പെട്ട പട്ടണങ്ങളിലേക്ക് ജീവിതം തിരികെ കൊണ്ടുവരാൻ സാങ്കേതികവിദ്യ ഉപയോഗിക്കുന്നു. ജപ്പാന്റെ ജനസംഖ്യാ പോരാട്ടം ലോകമെമ്പാടും ശ്രദ്ധിക്കുന്നതിനാൽ സർക്കാരിനെ കൂടുതൽ ആഴത്തിലുള്ള പരിഷ്കാരങ്ങളിലേക്ക് നയിച്ചേക്കാം. ഫാമിലി സപ്പോർട്ട് മുതൽ കുടിയേറ്റത്തിലെ വിട്ടുവീഴ്ചകൾ വരെ. കാരണം ജപ്പാന്റെ കഥ ഇതുവരെ അവസാനിച്ചിട്ടില്ല. ഇന്നത്തെ ജപ്പാനിൽ നിങ്ങൾക്ക് 30കളിലോ 40കളിലോ 50കളിലോ ആണ് പ്രായമെങ്കിൽ നിങ്ങൾ രാഷ്ട്രത്തെ മുഴുവൻ തോളിലേറ്റുകയാണ്. നിങ്ങൾ ജോലി ചെയ്യുന്നത് നിങ്ങളുടെ കുടുംബത്തിന് വേണ്ടി മാത്രമല്ല, ലക്ഷക്കണക്കിനായ വിരമിച്ച മനുഷ്യർക്ക് പെൻഷൻ നൽകാൻ വേണ്ടി കൂടിയാണ്. കാരണം ജപ്പാന്റെ ജനസംഖ്യാ പിരമിഡ് തലകീഴായ ഫിജി പർവ്വതം പോലെയാണ്. ഇവിടെ കുട്ടികളും യുവ തൊഴിലാളികളും കുറവാണ്. അതേസമയം പെൻഷൻ, ആരോഗ്യ സംരക്ഷണം, സാമൂഹ്യ ക്ഷേമം എന്നിവയെ ആശ്രയിക്കുന്ന പ്രായമായ പൗരന്മാരുടെ ഒരു വലിയ പോപ്പുലേഷൻ ഉണ്ട്. ഈ സംവിധാനം നിലനിർത്താൻ സർക്കാർ ട്രില്യൺ കണക്കിന് yen ചെലവഴിക്കേണ്ടതുണ്ട്. ജോലി ചെയ്യുന്നവർ കുറവും പെൻഷൻ വാങ്ങുന്നവർ കൂടുതലുമാകുന്ന അവസ്ഥ. അങ്ങനെ വരുമ്പോൾ പെൻഷന് വേണ്ടിയുള്ള പണം കണ്ടെത്താൻ തൊഴിലെടുക്കുന്നവരുടെ ശമ്പളത്തിൽ കൈയിട്ട് വാരേണ്ടി വരും. വികസിത രാജ്യങ്ങളുടെ ശരാശരി നോക്കിയാൽ ഏറ്റവും ഉയർന്ന ആദായ നികുതിയും സാമൂഹ്യ സുരക്ഷാ വിഹിതവുമാണ് ഇപ്പോൾ ഒരു ജാപ്പനീസ് തൊഴിലാളി നൽകുന്നത്. നേടുന്ന ഓരോ 100 യെന്നിന്റെയും ഒരു വലിയ ഭാഗം നികുതി, പെൻഷൻ പ്രീമിയം, ആരോഗ്യ ഇൻഷുറൻസ് ഫീസ് എന്നിവയായി അപ്രത്യക്ഷമാകുന്നു. യുവാക്കൾ ടോക്കിയോയിലോ ഒസാക്കയിലോ സപ്പോറോയിലോ ഓരോ ദിവസവും കഠിനാധ്വാനം ചെയ്യുന്നു. അവർ ഒരു ക്വാളിറ്റി ലൈഫ് പ്രതീക്ഷിച്ച് നികുതികൾ അടയ്ക്കുന്നു. എന്നാൽ ആ നികുതികൾ യഥാർത്ഥത്തിൽ അവരുടെ ഭാവി കെട്ടിപ്പടുക്കുന്നില്ല. പകരം അവ കഴിഞ്ഞുപോയ കാലത്തിനായി പണം നൽകുകയാണ്. ഒരു രാജ്യത്ത് ജോലിയിൽ പ്രവേശിക്കുന്നവരെക്കാൾ കൂടുതൽ പേർ ജോലിയിൽ നിന്ന് വിരമിക്കുമ്പോൾ സമ്പദ് വ്യവസ്ഥയുടെ ചലനങ്ങൾ മന്ദഗതിയിലാവുന്നു. ഓരോ മാസവും ജപ്പാനിലെ തൊഴിലെടുക്കുന്ന ജനസംഖ്യ നന്നാക്കാൻ കഴിയുന്നതിലും വേഗത്തിൽ വാർദ്ധക്യത്തിലായ ഒരു വ്യവസ്ഥയ്ക്ക് പണം നൽകുന്നു. ഇതിലെ ദുഃഖകരമായ വിരോധാഭാസം എന്തെന്നാൽ അവർ എത്രയധികം നികുതി അടയ്ക്കുന്നുവോ അത്രയും കുറച്ച് പണമേ സമ്പാദിക്കാൻ കഴിയൂ. അവർ എത്ര കുറച്ച് സമ്പാദിക്കുന്നുവോ അത്രയും കുറച്ച് കുട്ടികളെ മാത്രമേ അവർക്ക് വളർത്താൻ കഴിയൂ. അവർക്ക് കുട്ടികൾ കുറയുന്നതിനനുസരിച്ച് ഭാവിയിൽ ജപ്പാനിൽ നികുതിദായകരും കുറയും. ഒരു തികഞ്ഞ ഫിനാൻഷ്യൽ ട്രാപ്പ്. 1980കളിൽ റിട്ടയർ ചെയ്ത ഒരാൾക്ക് 5 തൊഴിലാളികൾ എന്നതായിരുന്നു ജപ്പാനിലെ അനുപാതം. ഇന്ന് അത് ഓരോ വിരമിച്ചയാൾക്കും ഏകദേശം 2 തൊഴിലാളികൾ എന്നതിലേക്ക് താഴ്ന്നു. 2050ഓടെ ഒരു വയോധികനെ പിന്തുണയ്ക്കാൻ ഒരു തൊഴിലാളി മാത്രമായി ഇത് കുറഞ്ഞേക്കാം. ഇത് അത്ര പെട്ടെന്ന് നിർത്താൻ കഴിയുന്ന ഒന്നല്ല. രാജ്യത്തിന്റെ നെടും തൂണാവേണ്ട ഉന്നത വിദ്യാഭ്യാസ മേഖലയും സമാനതകളില്ലാത്ത ദുരന്ത നാളുകളിലൂടെയാണ് കടന്നുപോകുന്നത്. തങ്ങളുടെ സാമ്പത്തിക ഉന്നതിയുടെ കാലത്ത് അനന്തമായ വളർച്ച പ്രതീക്ഷിച്ച് ജപ്പാൻ നിരവധി പുതിയ കോളേജുകളും സർവകലാശാലകളും നിർമ്മിച്ചു. എന്നാൽ ഇപ്പോൾ അവ വിദ്യാർത്ഥികൾക്ക് വേണ്ടി പരസ്പരം മത്സരിക്കുന്നു. ഒരു കാലത്ത് ജപ്പാന്റെ അഭിമാനമായിരുന്ന ഉന്നത വിദ്യാഭ്യാസ മേഖല ഒരു പ്രേത ശൃംഖലയായി മാറുകയാണ്. ക്ലാസ് റൂമുകളിൽ ആകെ വേണ്ട സ്ട്രെങ്ത്തിന്റെ 4/1 പോലുമില്ല. ഉന്നത വിദ്യാഭ്യാസം നേടുന്നതിലും ജപ്പാൻ യുവതയ്ക്ക് മുന്നിൽ നിരവധി തടസ്സങ്ങളുണ്ട്. പണവും യോഗ്യതയും മാത്രമല്ല പ്രശ്നം. ചെറിയ പട്ടണങ്ങളിൽ ശേഷിക്കുന്ന ചുരുക്കം യുവാക്കൾക്ക് അവരുടെ മാതാപിതാക്കളെയും മുത്തശ്ശന്മാരെയും പരിചരിക്കേണ്ടി വരുന്നു. ജോലിയും പഠനവും അതോടൊപ്പം ഈ പരിചരണവും കൂടി അസാധ്യമാണ്. ഇത് സൂചിപ്പിക്കാൻ ജപ്പാൻ ഒരു പുതിയ വാക്കുപോലും ഉണ്ടാക്കിയിട്ടുണ്ട്: കൈഗോ ജിഗോക്കു, പരിചരണ നരകം. പ്രായമായ ബന്ധുക്കളെ പരിചരിക്കാൻ യുവാക്കൾ പഠനവും ജോലിയും ഉപേക്ഷിക്കുന്നു. വൃദ്ധപരിചരണത്തിന് സർക്കാർ സബ്സിഡികൾ വാഗ്ദാനം ചെയ്യുന്നുണ്ട്. പക്ഷെ അത് മതിയാകുന്നില്ല. നഴ്സിംഗ് ഹോമുകൾ നിറഞ്ഞിരിക്കുന്നു. സ്വകാര്യ നഴ്സിംഗ് സ്ഥാപനങ്ങൾ ചെലവേറിയതാണ്. ഓരോ വർഷവും ജപ്പാന്റെ ബജറ്റിന്റെ കൂടുതൽ ഭാഗം വയോജന പരിചരണത്തിന്
സേവനത്തിനായി ചിലവഴിക്കുന്നു. അതിനർത്ഥം വിദ്യാഭ്യാസം, അടിസ്ഥാന സൗകര്യങ്ങൾ, നവീകരണം എന്നിവയ്ക്കായി കുറഞ്ഞ തുക എന്നുകൂടിയാണ്. ഒരു തരത്തിൽ ജപ്പാൻ ഒരു വിരോധാഭാസത്തിൽ ജീവിക്കുകയാണ്. അവർ ലോകത്തിലെ ഏറ്റവും ഉയർന്ന ആയുർദൈർഘ്യമുള്ള ജനതയെ സൃഷ്ടിച്ചു. ഇപ്പോൾ ആ വിജയം അതിന്റെ ശാപമായി മാറിയിരിക്കുന്നു. ജപ്പാന്റെ നടുവൊടിക്കുന്ന മറ്റൊരു ദുരന്തമാണ് അസന്തുലിതമായ സമ്പത്തിന്റെ വിതരണം. ലളിതമായി പറഞ്ഞാൽ ജപ്പാനിലെ വൃദ്ധരുടെ കൈവശമാണ് രാജ്യത്തെ ഭൂരിഭാഗം പണവും സ്വത്തുക്കളും. ആഭ്യന്തരകാര്യ മന്ത്രാലയത്തിന്റെ കണക്കുകൾ പ്രകാരം 60 വയസ്സിന് മുകളിലുള്ള പൗരന്മാർക്ക് ജപ്പാന്റെ ഗാർഹിക സമ്പത്തിന്റെ 60% കൈവശമുണ്ട്. ഉണ്ണാതെ ഉടുക്കാതെ ആയ കാലത്ത് സമ്പാദിച്ചത്. അതേസമയം 20കളിലും 30കളിലും 40കളിലുമുള്ള യുവതലമുറയ്ക്ക് കുറഞ്ഞ സമ്പാദ്യം, ഉയർന്ന ജീവിത ചെലവ്, പരിമിതമായ വളർച്ചാ സാധ്യത എന്നിവയാണുള്ളത്. രണ്ടാം ലോകമഹായുദ്ധത്തിന് ശേഷം ജപ്പാന്റെ ബേബി ബൂം തലമുറ 1950കൾ മുതൽ 1980 വരെയുള്ള രാജ്യത്തിന്റെ അത്ഭുതകരമായ വളർച്ചയിലൂടെ കഠിനാധ്വാനം ചെയ്തിരുന്നു. അവർക്ക് ആജീവനാന്ത തൊഴിൽ, ദ്രുതഗതിയിലുള്ള സ്വത്ത് വർധനവ്, ഉദാരമായ പെൻഷനുകൾ എന്നിവയുടെ പ്രയോജനം ലഭിച്ചു. എന്നാൽ 1990കളിൽ സമ്പദ് വ്യവസ്ഥ സ്തംഭിച്ചപ്പോൾ യുവതലമുറ തികച്ചും വ്യത്യസ്തമായ ഒരു ജപ്പാനിലേക്കാണ് പ്രവേശിച്ചത്. ജോലികൾ അസ്ഥിരമായി, വേതനം സ്തംഭിച്ചു. അതുകൊണ്ട് സമ്പന്നർ സമ്പന്നരായി തുടർന്നു. അവർക്ക് പ്രായവുമായി. യുവാക്കൾ ദാരിദ്ര്യത്തിലേക്ക് പോയി. അവർക്ക് പ്രതീക്ഷകളുമില്ലാതായി. സ്പെൻഡിംഗ് പവറില്ലാത്ത വൃദ്ധരുടെ കൈവശം പണം ഉറങ്ങുകയാണ്. ചിലവഴിക്കാൻ ശേഷിയുള്ള യുവാക്കളുടെ കയ്യിൽ പണവുമില്ല. മുതിർന്ന പൗരന്മാർ പുതിയ ഗാഡ്ജറ്റുകൾ വാങ്ങുകയോ ഇടയ്ക്കിടെ യാത്ര ചെയ്യുകയോ സ്റ്റാർട്ടപ്പുകളിൽ നിക്ഷേപിക്കുകയോ ചെയ്യുന്നില്ല. അവരുടെ പണം ബാങ്ക് അക്കൗണ്ടുകളിലോ കുറഞ്ഞ അപകട സാധ്യതയുള്ള ബോണ്ടുകളിലോ ചെലവാക്കാതെ വിശ്രമിക്കുന്നു. ഇത് കുറഞ്ഞ സാമ്പത്തിക ഊർജ്ജം മാത്രമേ ഉൽപ്പാദിപ്പിക്കുന്നുള്ളൂ. അതേസമയം ചെലവഴിക്കാനും നവീകരിക്കാനും റിസ്ക് എടുക്കാനും കഴിവുള്ള യുവാക്കൾക്ക് മൂലധനമില്ല. അതുകൊണ്ടാണ് ജപ്പാന്റെ സമ്പദ് വ്യവസ്ഥ അതിന്റെ വൃദ്ധന്മാർക്കൊപ്പം വാർദ്ധക്യത്തിലേക്ക് പോകുന്നത്. ഒറ്റപ്പെട്ട കേസുകളല്ല. ഇതാണ് ആധുനിക ജപ്പാൻ. കാതലായ ചോദ്യം ജപ്പാൻ ഇത് തിരുത്താൻ കഴിയുമോ എന്നതാണ്. ജപ്പാൻ അതിന്റെ പ്രശ്നം എന്തെന്നറിയാം, പരിഹാരങ്ങളും അറിയാം. കുടിയേറ്റം പ്രോത്സാഹിപ്പിക്കുക, ജോലി ചെയ്യുന്ന അമ്മമാരെ പിന്തുണയ്ക്കുക, പെൻഷനുകളും നികുതികളും പരിഷ്കരിക്കുക, മുതിർന്നവരിൽ നിന്ന് യുവാക്കളിലേക്ക് സമ്പത്ത് മാറ്റുക എന്നിങ്ങനെ പോംവഴികൾ. എന്നാൽ ഓരോ മാറ്റവും എതിർപ്പ് നേരിടുന്നു. യഥാർത്ഥ വെല്ലുവിളി സാമ്പത്തികമല്ല, സാംസ്കാരികമാണ്. അച്ചടക്കത്തിലും അടിമത്തത്തിലും കെട്ടിപ്പടുത്തൊരു സമൂഹം വൃദ്ധരായി തന്നെ തുടരാൻ ആഗ്രഹിക്കുന്നു. നൂറ്റാണ്ടുകളോളം ജപ്പാൻ അക്ഷരാർത്ഥത്തിൽ ലോകത്തിന് മുന്നിൽ അടച്ചിട്ടിരുന്നു. 1600കൾ മുതൽ 1800കൾ വരെയുള്ള എഡോ കാലഘട്ടത്തിൽ ജപ്പാൻ സക്കോക്കു എന്നറിയപ്പെടുന്ന ഒരു ദേശീയ ഒറ്റപ്പെടൽ നയം, നാഷണൽ ഐസൊലേഷൻ പോളിസി നടപ്പാക്കി. അതുപ്രകാരം രാജ്യത്ത് വിദേശികളെ നിരോധിച്ചു. ഒരു തുറമുഖത്തിലൂടെ മാത്രം ഏതാനും ഡച്ച്, ചൈനീസ് വ്യാപാരികളുമായി കച്ചവടം പരിമിതപ്പെടുത്തി. വിദേശ സ്വാധീനത്തിൽ നിന്ന് ജപ്പാനെ രക്ഷിക്കലായിരുന്നു ലക്ഷ്യം. 1800കളുടെ മധ്യത്തിൽ വാതിലുകൾ തുറന്ന ശേഷവും ഈ മനോഭാവം മാഞ്ഞുപോയില്ല. അത് പരിണമിക്കുക മാത്രം ചെയ്തു. ആധുനിക ജപ്പാൻ ഇന്നും പല കാര്യങ്ങളിലും ഒരു കോട്ട രാഷ്ട്രമാണ്. ഉള്ളിലേക്ക് ഒതുങ്ങുന്ന, പുറത്തുനിന്നുള്ളവരെ സംശയത്തോടെ കാണുന്ന ഒരു രാജ്യം. വികസിത രാജ്യങ്ങളിൽ വെച്ച് ഏറ്റവും കർശനമായ ഇമിഗ്രേഷൻ സിസ്റ്റമാണ് ജപ്പാനിലുള്ളത്. അവിടെ തൊഴിൽ വിസ കിട്ടുന്നത് ഏറെക്കുറെ അസാധ്യം. അവർ കുടിയേറ്റം പ്രോത്സാഹിപ്പിക്കുന്നില്ല. അവിടെ പുറം രാജ്യക്കാർ കരാർ ജോലി ചെയ്യുന്നത് പോലും ഇഷ്ടപ്പെടുന്നില്ല. ജപ്പാനിലെ 13 കോടി ജനങ്ങളിൽ ഏകദേശം 30 ലക്ഷം മാത്രമാണ് വിദേശികൾ. ജനസംഖ്യയുടെ കഷ്ടി 2% മാത്രം. ജനസംഖ്യയുടെ ഏകദേശം 25 മുതൽ 30% വരെ കുടിയേറ്റക്കാരുള്ള കാനഡ, ഓസ്ട്രേലിയ പോലുള്ള രാജ്യങ്ങളുമായി ഇത് താരതമ്യം ചെയ്തു നോക്കൂ. തലസ്ഥാന നഗരമായ ടോക്കിയോയേക്കാൾ കുറഞ്ഞ ജനസംഖ്യയുള്ള സിംഗപ്പൂരിൽ പോലും 40% വിദേശ താമസക്കാരുണ്ട്. വിദേശ തൊഴിലാളികളെ ആവശ്യമുണ്ടെന്ന് ജാപ്പനീസ് സർക്കാർ പറയുന്നു. കാരണം ഫാക്ടറികൾ ഒഴിഞ്ഞുപോകുന്നു, കൃഷിയിടങ്ങളിൽ തൊഴിലാളികൾ കുറയുന്നു, നഴ്സിംഗ് ഹോമുകളിൽ പരിചാരകരുടെ കുറവുണ്ട്. എന്നാൽ പ്രായോഗികമായി ജപ്പാൻ അതിന്റെ വാതിൽ തുറന്നിട്ടില്ല. ജാപ്പനീസ് മനസ്സിൽ ആഴത്തിലൊരു ഭയമുണ്ട്. പുറത്തുനിന്നുള്ളവർ തങ്ങളുടെ ജീവിത രീതിയെ, ഭാഷയെ, വ്യവസ്ഥിതിയെ, തങ്ങളുടെ ജപ്പാനസിനെ മാറ്റുമെന്ന ഭയം. ബഹുസാംസ്കാരികതയോടുള്ള സാംസ്കാരിക പ്രതിരോധം. ജപ്പാൻ ഒരു ഹോമോജിനസ് സൊസൈറ്റി എന്നതിൽ വലിയ അഭിമാനം കൊള്ളുന്നു. ഒരു ഭാഷ, ഒരേ സംസ്കാരം, ഒരേ ഷെയർഡ് ഐഡന്റിറ്റി. നൂറ്റാണ്ടുകളോളം ഈ ഐക്യം രാജ്യത്തെ അതിജീവിക്കാനും വളരാനും സഹായിച്ചു. എന്നാൽ ഇപ്പോൾ ഇതൊരു കെണിയാണ്. മറ്റു രാജ്യങ്ങൾ വൈവിധ്യത്തെ ശക്തിയായി കാണുമ്പോൾ ജപ്പാൻ അതിനെ തടസ്സമായി കാണുന്നു. വിദേശ സംസ്കാരങ്ങളെക്കുറിച്ച് സ്കൂളുകളിൽ വളരെ കുറച്ച് പഠിപ്പിക്കാറുള്ളൂ. അർത്ഥവത്തായ വിദേശ ഇടപെടലുകൾ ഇല്ലാതെയാണ് പല ജപ്പാൻകാരും വളരുന്നത്. ഒരു ജാപ്പനീസ് അല്ലാത്തയാൾ അവിടെ താമസിക്കാനോ ജോലി ചെയ്യാനോ ശ്രമിക്കുമ്പോൾ അവർക്കുള്ള സന്ദേശം പ്രകടമല്ലെങ്കിലും വ്യക്തമാണ്. സന്ദർശിക്കാൻ സ്വാഗതം, പക്ഷേ ഇവിടെ സ്ഥിരമായി താമസിക്കാൻ പാടില്ല. വാടകയ്ക്ക് വീട് നൽകാൻ ഉടമകൾ വിസമ്മതിക്കുന്നതിനെക്കുറിച്ചും കമ്പനികൾ തങ്ങളെ ഒഴിവാക്കിയതിനെക്കുറിച്ചും ഗ്രാമപ്രദേശങ്ങളിൽ ജപ്പാൻകാർ അല്ലാത്തവരെ സംശയത്തോടെ തുറച്ചു നോക്കുന്നതിനെക്കുറിച്ചും വിദേശികൾ പലപ്പോഴും കഥകൾ പങ്കുവയ്ക്കാറുണ്ട്. ജപ്പാൻ പരസ്യമായി ശത്രുത കാണിക്കുന്നില്ല, എന്നാൽ അവർ പുറം നാട്ടുകാരെ സ്വാഗതം ചെയ്യാത്തവരാണ്. അതിനർത്ഥം കുടിയേറ്റക്കാർ ഇല്ലെന്നല്ല. ജപ്പാൻ വിദേശ തൊഴിലാളികളെ അനുവദിക്കാറുണ്ട്, എന്നാൽ താൽക്കാലിക തൊഴിലാളികൾ അഥവാ ടെമ്പററി ലേബേഴ്സ് എന്ന നിലയിൽ മാത്രം. വിവിധ ടെക്നിക്കൽ ഇന്ത്യൻ ട്രെയിനിംഗ് പ്രോഗ്രാമുകളിലൂടെ മാനുഫാക്ചറിംഗ്, കൃഷി, നഴ്സിംഗ് തുടങ്ങിയ മേഖലകളിലെ തൊഴിൽക്ഷാമം നികത്താൻ വിയറ്റ്നാം, ഫിലിപ്പീൻസ്, മറ്റ് ഏഷ്യൻ രാജ്യങ്ങൾ എന്നിവിടങ്ങളിൽ നിന്നുള്ള തൊഴിലാളികളെ കൊണ്ടുവരുന്നുണ്ട്. എന്നാൽ ഈ പ്രോഗ്രാമുകൾക്ക് കർശനമായ പരിമിതികളുണ്ട്. തൊഴിലാളികൾക്ക് വളരെ കുറച്ച് വർഷങ്ങൾ മാത്രമേ ഇവിടെ തങ്ങാൻ കഴിയൂ. അവർക്ക് കുടുംബങ്ങളെ കൊണ്ടുവരാൻ
കഴിയില്ല. അവർക്ക് എളുപ്പത്തിൽ ജോലി മാറാൻ കഴിയില്ല. ഇത് മനുഷ്യരെ തങ്ങളുടെ സംസ്കാരവുമായി ഇന്റഗ്രേറ്റ് ചെയ്യാൻ വേണ്ടിയുള്ളതല്ല, അവരുടെ തൊഴിൽ ശക്തി ഉപയോഗിക്കാൻ വേണ്ടി മാത്രം രൂപകൽപ്പന ചെയ്ത സിസ്റ്റമാണ്. ഈ തൊഴിലാളികളിൽ പലരും കഠിനമായ സാഹചര്യങ്ങൾ അഭിമുഖീകരിക്കുന്നു. നീണ്ട ജോലി സമയം, കുറഞ്ഞ വേതനം, പരിമിതമായ അവകാശങ്ങൾ. അവർ ജപ്പാന്റെ ഇൻഫ്രാസ്ട്രക്ചർ നിർമ്മിക്കുന്നു, പ്രായമായവരെ പരിപാലിക്കുന്നു, ഫാക്ടറികൾ വൃത്തിയാക്കുന്നു, എന്നിട്ട് നിശബ്ദമായി തിരിച്ചു പോകേണ്ടി വരുന്നു. മറ്റൊരു തടസ്സം ഭാഷയാണ്. ജാപ്പനീസ് മനോഹരമാണ്, പക്ഷേ ഇത് സങ്കീർണവും പഠിക്കാൻ പ്രയാസമുള്ളതുമാണ്. ദീർഘകാലം ജപ്പാനിൽ ജോലി ചെയ്യാൻ വിദേശികൾ ഉയർന്ന തലത്തിലുള്ള ജാപ്പനീസ് പരീക്ഷകൾ പാസ്സാകാനും സാംസ്കാരിക നിയമങ്ങൾ പിന്തുടരാനും ജാപ്പനീസ് രീതിയിൽ പെരുമാറാനും ബാധ്യസ്ഥരാണ്. അതുകൊണ്ട് തന്നെ ആഗോള ടാലന്റുകളായ എഞ്ചിനീയർമാർ, ശാസ്ത്രജ്ഞർ, സംരംഭകർ എന്നിവർ ജപ്പാന് പരിഗണിക്കാതെ വേഗത്തിൽ മറ്റു രാജ്യങ്ങളിലേക്ക് ശ്രദ്ധ തിരിക്കുന്നു. അമേരിക്ക, സിംഗപ്പൂർ അല്ലെങ്കിൽ യൂറോപ്പ് എന്നിവിടങ്ങളിൽ സ്വതന്ത്രമായി ജോലി ചെയ്യാൻ കഴിയുമ്പോൾ എന്തിനാണ് അനന്തമായ പേപ്പർ വർക്കുകൾ, ഭാഷാ പരീക്ഷകൾ, തണുത്തുകാറിയ നോട്ടങ്ങൾ എന്നിവയിലൂടെ കഷ്ടപ്പെടുന്നത്? ശേഷിയുള്ള കുടിയേറ്റക്കാർ എത്തുന്നതിന് മുമ്പ് തന്നെ ജപ്പാന് അവരെ നഷ്ടപ്പെടുന്നു. ഇതിനൊപ്പമാണ് ബ്രെയിൻ ഡ്രെയിനും. വിദേശ പ്രതിഭകളെ ക്ഷണിക്കുന്നത് ജപ്പാൻ എതിർക്കുമ്പോൾ സ്വന്തം യുവ പ്രതിഭകൾ പുറത്തേക്ക് പോവുകയാണ്. മെച്ചപ്പെട്ട വേതനം, ക്രിയേറ്റീവ് സ്വാതന്ത്ര്യം, കുറഞ്ഞ സമ്മർദ്ദം എന്നിവ തേടി ആയിരക്കണക്കിന് വിദഗ്ധരായ ജാപ്പനീസ് പ്രൊഫഷണലുകൾ ഇപ്പോൾ US, ഓസ്ട്രേലിയ, സിംഗപ്പൂർ എന്നിവിടങ്ങളിലേക്ക് കുടിയേറുന്നു. കാരണം ജപ്പാനിൽ പ്രമോഷനുകൾ വളരെ മന്ദഗതിയിലാണ്. ഹിയറാർക്കി കർക്കശമാണ്. ഇന്നൊവേഷൻ പലപ്പോഴും അനന്തമായ അംഗീകാരത്തിന്റെ പാളികൾക്കിടയിൽ മരിച്ചുപോകും. ജപ്പാന് ജനസംഖ്യ മാത്രമല്ല, ഇമാജിനേഷനും നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്നു. ഇനി മറ്റൊരു മതിലിനെ കുറിച്ച് സംസാരിക്കാം. ജെൻഡർ ഇന്നെക്വാലിറ്റി. ലോകത്തിലെ ഏറ്റവും വികസിതമായ രാജ്യങ്ങളിൽ ഒന്നാണ് ജപ്പാൻ. എന്നിട്ടും ലിംഗസമത്വത്തിന്റെ കാര്യത്തിൽ അവർ വളരെ പിന്നിലാണ്. വേൾഡ് എക്കണോമിക് ഫോറത്തിന്റെ കണക്കിൽ ലിംഗസമത്വത്തിന്റെ കാര്യത്തിൽ 146 രാജ്യങ്ങളിൽ 118 സ്ഥാനത്താണ് ജപ്പാൻ. ഇത് പല വികസ്വര രാജ്യങ്ങളെക്കാളും മോശമാണ്. ഇന്ത്യ 131 സ്ഥാനത്താണ്. അത് മറ്റൊരു സ്റ്റോറിക്കുള്ള വിഷയവുമാണ്. മിക്ക ജാപ്പനീസ് കോർപ്പറേഷനുകളിലും പുരുഷാധിപത്യം പ്രകടം. സ്ത്രീകൾ പലപ്പോഴും ഗ്ലാസ് സീലിംഗ് നേരിടുന്നു. അമ്മമാരാകുന്നവർ നിശബ്ദമായി തൊഴിൽ രംഗത്തു നിന്ന് പിന്മാറുന്നു. കാരണം ബേബി കെയർ ചെലവുകൾ ഉയർന്നതാണ്. ജാപ്പനീസ് ജനസംഖ്യയുടെ പകുതി കാലഹരണപ്പെട്ട കീഴ്വഴക്കങ്ങൾ കാരണം പൂർണ്ണമായി ഉപയോഗിക്കപ്പെടുന്നില്ല എന്നർത്ഥം. ജപ്പാൻ അതിന്റെ സ്ത്രീ തൊഴിൽ ശക്തി പൂർണ്ണമായി ഉപയോഗിക്കുകയാണെങ്കിൽ GDP 10% വർദ്ധിക്കുമെന്ന് സാമ്പത്തിക വിദഗ്ധർ കണക്കാക്കുന്നു. പക്ഷേ മാറ്റം വളരെ മന്ദഗതിയിലാണ്. ജപ്പാന്റെ കഥയിലെ മറ്റൊരു വിചിത്രമായ വിരോധാഭാസം വർക്കഹോളിക് കൾച്ചറാണ്. ജപ്പാനിലെ ആളുകൾ കഠിനാധ്വാനികളും വിശ്വസ്തരും അർപ്പണബോധമുള്ളവരുമാണ്. ഒരു രാഷ്ട്രത്തെ ചാരത്തിൽ നിന്ന് ആഗോള ശക്തിയിലേക്ക് പുനർനിർമ്മിച്ച യുദ്ധാനന്തര അത്ഭുതത്തിന് പിന്നിലെ കാരണം അവരാണ്. എന്നാൽ അതേ അച്ചടക്കം ഇപ്പോൾ ഒരു ശാപമായി മാറിയിരിക്കുന്നു. പല ജാപ്പനീസ് തൊഴിലാളികളും അനന്തമായ ഓവർ ടൈം അംഗീകരിക്കുന്നവരും ഒത്തുതീർപ്പിന് വഴിപ്പെടുന്നവരും അവധിയെടുക്കാൻ ഭയമുള്ളവരുമാണ്. കരോഷി എന്ന് ജപ്പാൻകാർ വിളിക്കുന്ന അമിത ജോലി മൂലമുള്ള ആകസ്മിക മരണം ജപ്പാനിൽ സർവ്വസാധാരണമാണ്. അവരത് ബഹുമതിയായി കാണുന്നു. ടോക്കിയോയിലെ അമ്പരചുംബികളായ കെട്ടിടങ്ങളിലെ ഓഫീസ് വിളക്കുകൾ രാത്രി വൈകും വരെ പ്രകാശിക്കും. തങ്ങളുടെ ബോസ് പോകുന്നതിനു മുമ്പ് വീട്ടിൽ പോകാൻ ജീവനക്കാർ ഭയപ്പെടുന്നു. വീക്കെൻഡുകൾ ഇല്ലാതാകുന്നു. കുടുംബങ്ങളാകുന്നു പോകുന്നു. സർഗാത്മകത മരിക്കുന്നു. സ്കാൻഡിനേവിയൻ രാജ്യങ്ങളിൽ ശനിയും ഞായറും ജോലി ചെയ്താൽ തൊഴിലുടമ ജയിലിൽ പോകേണ്ടി വരുമെന്ന് കൂടി ഓർക്കണം. ബേൺ ഔട്ട്, ഡിപ്രഷൻ, ഉൽപാദനക്ഷമതയിലെ കുറവ് എന്നിവയാണ് ജപ്പാൻ ജനതയുടെ അമിത ജോലി നൽകുന്ന അനന്തരഫലങ്ങൾ. ജപ്പാൻ കഠിനാധ്വാനം ചെയ്യുന്നുണ്ട്, പക്ഷേ അത് വളരെ കുറവാണ് ഉൽപ്പാദിപ്പിക്കുന്നത്. ജാപ്പനീസ് കമ്പനികൾക്കുള്ളിൽ തീരുമാനങ്ങൾ എടുക്കുന്നത് വളരെ നീളമുള്ള കർക്കശമായ ഒരു കമാൻഡ് ശൃംഖല വഴിയാണ്. ഓരോ ആശയവും മാനേജർമാർ, കമ്മിറ്റികൾ എന്നിവയിലൂടെ പടിപടിയായി മുകളിലേക്ക് നീങ്ങണം. അത് മുകളിലെത്തുമ്പോഴേക്കും പലപ്പോഴും അതിന്റെ മൂർച്ച കുറയുകയോ കാലഹരണപ്പെടുകയോ ചെയ്തിട്ടുണ്ടാകും. ഈ ഹെയറാർക്കിൽ സ്ട്രക്ചർ ഒരിക്കൽ ഓർഡർ നിലനിർത്താൻ ഉപയോഗപ്രദമായിരുന്നെങ്കിലും ഇപ്പോൾ ഇന്നൊവേഷനെ ശ്വാസം മുട്ടിക്കുന്നു. സ്റ്റാർട്ടപ്പുകൾ വളരുന്നില്ല, കാരണം റിസ്ക് എടുക്കുന്നത് പ്രോത്സാഹിപ്പിക്കപ്പെടുന്നില്ല. ജീവനക്കാർ അധികാരികളെ ചോദ്യം ചെയ്യുന്നത് അപൂർവമാണ്. അത് അനാദരവായി കണക്കാക്കപ്പെടുന്നു. അതേസമയം മറ്റു രാജ്യങ്ങൾ ആശയങ്ങൾ വേഗത്തിൽ വളർത്തുകയും ക്രിയേറ്റിവിറ്റിക്ക് പ്രതിഫലം ലഭിക്കുകയും ചെയ്യുന്ന ഫ്ലാറ്റ് ഓർഗനൈസേഷനുകൾ നിർമ്മിച്ചു. അവിടെ സാറും മാഡവുമില്ല. വാക്മാനും ബുള്ളറ്റ് ട്രെയിനും കണ്ടുപിടിച്ച ജപ്പാൻ ഇപ്പോൾ AI, സോഫ്റ്റ്വെയർ, ഡിജിറ്റൽ ട്രാൻസ്ഫോർമേഷൻ എന്നിവയിൽ പിന്നിലായിരിക്കുന്നു. ഈ കർക്കശമായ സിസ്റ്റങ്ങളുടെ സാമൂഹിക ആഘാതം ഹൃദയഭേദകമാണ്. യുവജനങ്ങൾ വലിയ സ്വപ്നങ്ങൾ കാണുന്നില്ല. തങ്ങളുടെ ഭാവി മാറ്റാൻ കഴിയുമെന്ന് അവർ വിശ്വസിക്കുന്നില്ല. ഏകാന്തത വർദ്ധിക്കുന്നു. അതിനാൽ സർക്കാർ ഒരു ഏകാന്തത മന്ത്രിയെ വരെ സൃഷ്ടിച്ചു. ഇത് ലോകത്തിന് അവിശ്വസനീയമായി തോന്നാം. ഓരോ ജപ്പാൻകാരനും ക്ഷീണിതരാണ്. അവർ മെക്കാനിക്കലായി നീങ്ങുന്നു. അരാജകത്വമില്ലെന്നത് ശരിയാണ്, പക്ഷേ അവരുടെ മുഖത്ത് ചിരിയില്ല, മാറ്റത്തിന്റെ ഊർജ്ജവുമില്ല. അതാണ് ഇന്നത്തെ ജപ്പാൻ. ചിട്ടയുള്ളതും കാര്യക്ഷമതയുള്ളതും, എന്നാൽ പതിയെ മങ്ങിപ്പോകുന്നതും. കാര്യങ്ങൾ കൂടുതൽ വഷളാവും തോറും ജപ്പാനിൽ രാഷ്ട്രീയ നേതൃത്വം മാറുന്നത് വളരെ വേഗത്തിലാണ്. 1990-കൾ മുതൽ വെറും 3 പതിറ്റാണ്ടിനുള്ളിൽ ജപ്പാന് 20-ലധികം പ്രധാനമന്ത്രിമാരുണ്ടായിരുന്നു. ഓരോ 1.5 വർഷത്തിലും ഒരു പുതിയ പ്രധാനമന്ത്രി. എല്ലാവരും പരിഷ്കാരങ്ങൾ വാഗ്ദാനം ചെയ്താണ് വരുന്നത്. എന്നാൽ ആ പരിഷ്കാരങ്ങൾ വേരുറപ്പിക്കുന്നതിന് മുമ്പ് തന്നെ അവർ അപ്രത്യക്ഷരാകുന്നു. ജപ്പാന്റെ തിളക്കമുള്ള ജനാധിപത്യത്തിന് പിന്നിൽ ആഭ്യന്തര കക്ഷി രാഷ്ട്രീയം, ഫ്രാക്ഷണൽ ഇൻഫൈറ്റിംഗ്, ബ്യൂറോക്രാറ്റിക് പവർ ഗെയിംസ് എന്നിവയുടെ ഒരു വലയുണ്ട്. ഓരോ പ്രധാനമന്ത്രിയും സഖ്യങ്ങൾ, അഴിമതികൾ, പരസ്പരം മത്സരിക്കുന്ന നിക്ഷിപ്ത
നിക്ഷിപ്ത താൽപര്യങ്ങൾ എന്നിവയുടെ ഞാണിലാണ് നടക്കുന്നത്. ഫലം പ്രവചനാതീതമാണ്. ആർക്കും തുടങ്ങിയത് പൂർത്തീകരിക്കാൻ സമയം ലഭിക്കുന്നില്ല. ഉദാഹരണത്തിന് ചൈന AI-യിലേക്കും ഇലക്ട്രിക് വാഹനങ്ങളിലേക്കും കോടിക്കണക്കിന് ഡോളർ ഒഴുക്കിയപ്പോൾ ജപ്പാൻ ചെറിയ ചെറിയ ഭരണപരിഷ്കാരങ്ങളെക്കുറിച്ച് വർഷങ്ങളോളം ചർച്ച ചെയ്തു. ഗവൺമെന്റ് പേപ്പർ വർക്കുകൾ ഡിജിറ്റലൈസ് ചെയ്യുന്നത് പോലുള്ള ലളിതമായ കാര്യങ്ങൾ പോലും ഒരു ദേശീയ വെല്ലുവിളിയായി മാറി. ഈ പോളിസി പക്ഷാഘാതം ആകസ്മികമല്ല. പരാജയത്തേക്കാൾ റിസ്കിനെ ഭയപ്പെടുന്ന ഒരു രാഷ്ട്രീയ വ്യവസ്ഥയുടെ ഫലമാണിത്. ഒരു പുതിയ നയവും അനന്തമായ കമ്മിറ്റികൾ, സബ് കമ്മിറ്റികൾ, ബ്യൂറോക്രാറ്റിക് റിവ്യൂകൾ എന്നിവ നേരിടുന്നു. ഒരു തീരുമാനം അംഗീകരിക്കപ്പെടുമ്പോഴേക്കും ലോകം മുന്നോട്ട് പോയിട്ടുണ്ടാകും. ജപ്പാനിൽ ആളുകൾ ഇതിനെ നെമാവാഷി എന്നാണ് വിളിക്കുന്നത്. കൺസെൻസസ് ബിൽഡിംഗ് അഥവാ അഭിപ്രായ സമന്വയം ഉണ്ടാക്കുക എന്നതാണ് ഈ വാക്കിനർത്ഥം. ഈ വാക്കാണ് അവരെ നശിപ്പിച്ചത്. ജപ്പാന്റെ സ്തംഭനാവസ്ഥ മനസ്സിലാക്കാൻ അതിന്റെ അദൃശ്യ ചങ്ങലയായ കെയ്റിറ്റ്സു സിസ്റ്റം മനസ്സിലാക്കണം. കെയ്റിറ്റ്സു എന്നാൽ ആഴത്തിൽ ബന്ധിപ്പിച്ച കോർപ്പറേഷനുകൾ, ബാങ്കുകൾ, ഗവൺമെന്റ് ഏജൻസികൾ എന്നിവയുടെ ശക്തമായ ലോബിയിങ് ശൃംഖലയാണ്. രണ്ടാം ലോക മഹായുദ്ധത്തിന് ശേഷം ഈ സഖ്യങ്ങൾ രാജ്യത്തെ പുനർനിർമ്മിക്കാൻ സഹായിച്ചു. ഗവൺമെന്റ് വ്യവസായങ്ങളെ പിന്തുണച്ചു, വ്യവസായങ്ങൾ രാഷ്ട്രീയക്കാരെ പിന്തുണച്ചു. അവർ ഒരുമിച്ച് ടൊയോട്ട, മിത്സുബിഷി, സോണി തുടങ്ങിയ ഭീമന്മാരെ വളർത്തി. എന്നാൽ ഈ അത്ഭുതം സൃഷ്ടിച്ച അതേ സിസ്റ്റം തന്നെ അതിന്റെ ശാപമായി മാറി. കാലക്രമേണ ഈ കോർപ്പറേറ്റ് ഗവൺമെന്റ് ബാന്ധവം വഴിപിഴച്ചു. നിലവിലുള്ള ബിസിനസ് താൽപര്യങ്ങൾക്ക് ഭീഷണിയാകുന്ന പുതിയ ആശയങ്ങൾ കൊണ്ടുവന്ന ചെറുപ്പക്കാരെ ഈ സിസ്റ്റം തകർത്തു. രാഷ്ട്രീയക്കാർ കണ്ണടച്ചു. പുതിയ സംരംഭകർ ഒരവസരം ആഗ്രഹിച്ചപ്പോൾ ബ്യൂറോക്രസി അവരെ ശ്വാസം മുട്ടിച്ചു. വലിയ കോർപ്പറേറ്റുകൾ അവരുടെ അധികാരം സംരക്ഷിച്ചു. അതേസമയം ചെറുകിട ബിസിനസ്സുകൾ കഷ്ടപ്പെട്ടു. ജപ്പാനിൽ ഒരിക്കലും ഊബറോ, എയർബിഎൻബിയോ, ഗൂഗിളോ, മെറ്റയോ, ഡീപ്സീക്കോ, ഓപ്പൺഎഐയോ, ടെസ്ലയോ സംഭവിച്ചില്ല. ഓരോ സമൂഹത്തിലും കാര്യങ്ങൾ പഴയ പോലെ തന്നെ നടക്കുന്നതിൽ നിന്ന് പ്രയോജനം നേടുന്ന ആളുകളുണ്ട്. ജപ്പാനിൽ ഈ നിക്ഷിപ്ത താൽപര്യക്കാർ ആഴത്തിൽ വേരൂന്നിയവരാണ്. പഴയ ബ്യൂറോക്രാറ്റുകൾ, രാഷ്ട്രീയക്കാർ, ബിസിനസ് നേതാക്കൾ എന്നിവർ. ഇവരിൽ പലരും ഒരുമിച്ച് വിദ്യാഭ്യാസം നേടിയവരും ഒരുമിച്ച് സോഷ്യലൈസ് ചെയ്തവരും ഒരേ സ്ഥാപനത്തിൽ റിട്ടയർ ചെയ്തവരുമാണ്. അവർ അയൺ ട്രയാങ്കിൾ എന്ന് വിളിക്കുന്ന ഒരു കൂട്ടായ്മ രൂപീകരിക്കുന്നു. ഗവൺമെന്റ്, ബിഗ് ബിസിനസ്, ബ്യൂറോക്രസി എന്നിവയ്ക്കിടയിലുള്ള ഈ അധികാരത്തിന്റെ ത്രികോണം ശക്തരായ കുറച്ചുപേർക്ക് പ്രയോജനം ലഭിക്കാതെ ഒരു മാറ്റവും സംഭവിക്കുന്നില്ല എന്ന് ഉറപ്പാക്കുന്നു. ഉദാഹരണത്തിന് കൃഷി, ആരോഗ്യ സംരക്ഷണം അല്ലെങ്കിൽ തൊഴിൽ നിയമങ്ങൾ എന്നിവ പരിഷ്കരിക്കുന്നതിനെ കുറിച്ചുള്ള ചർച്ചകൾ ആരംഭിക്കുമ്പോൾ ഈ ഗ്രൂപ്പുകളുടെ ലോബിയിങ് അവയെ നിശബ്ദമായി ഇല്ലാതാക്കുന്നു. ചർച്ചകളിൽ എല്ലാവരും പരസ്യമായി ചിരിക്കും, സമ്മതത്തോടെ തലയാട്ടും. പക്ഷെ ഒന്നും സംഭവിക്കുന്നില്ല. ജപ്പാനിൽ പുരോഗതി തടയുന്നത് അഴിമതിയല്ല, തങ്ങളുടെ കംഫർട്ട് നഷ്ടപ്പെടുത്താൻ ആഗ്രഹിക്കാത്തവരുടെ വിനയമുള്ള ചെറുത്തുനിൽപ്പാണ്. ജപ്പാന്റെ നേതൃത്വം റിയർവ്യൂ മിററിൽ മാത്രം നോക്കിയാണ് വണ്ടി ഓടിക്കുന്നത്. മറ്റൊരു വെല്ലുവിളിയുണ്ട്. ജനാധിപത്യത്തിൽ യുവാക്കളാണ് ഭാവിയുടെ ശബ്ദമാകേണ്ടത്. എന്നാൽ ജപ്പാനിൽ ഭൂരിഭാഗം യുവാക്കളും വോട്ട് ചെയ്യുന്നില്ല. അവസാനം നടന്ന ദേശീയ തെരഞ്ഞെടുപ്പിൽ 30 വയസ്സിന് താഴെയുള്ള വോട്ടർമാരിൽ 36% മാത്രമാണ് പോളിംഗ് ബൂത്തിൽ പോയത്. മുതിർന്ന പൗരന്മാർക്കിടയിലെ 70%-ലധികവുമായി ഇതിനെ താരതമ്യം ചെയ്യുക. ഇതിനർത്ഥം ജപ്പാന്റെ രാഷ്ട്രീയം രൂപപ്പെടുത്തുന്നത് വൃദ്ധരാണ്. എന്തുകൊണ്ടാണ് യുവ ജാപ്പനീസ് ജനത വോട്ട് ചെയ്യാത്തത്? പലരും പറയുന്നു, ഒന്നും മാറാത്തതുകൊണ്ട്. രാഷ്ട്രീയക്കാർ വരുന്നതും പോകുന്നതും, വാഗ്ദാനങ്ങൾ നൽകുന്നതും മറക്കുന്നതും, പതിറ്റാണ്ടുകളായി ടിവിയിൽ ഒരേ മുഖങ്ങൾ പ്രത്യക്ഷപ്പെടുന്നതും ഈ ചെറുപ്പക്കാർ കാണുന്നു. രാഷ്ട്രീയ വ്യവസ്ഥ വിദൂര സ്വപ്നവും അൺറെസ്പോൺസീവും വിരസവുമാണെന്ന് അവർക്ക് തോന്നുന്നു. ജനാധിപത്യ രീതിയിൽ ഭരണകക്ഷി പരാജയപ്പെടുമ്പോൾ ജനങ്ങൾ അവരെ പുറത്താക്കുന്നതാണ് പതിവ്. ജപ്പാനിൽ അത് സംഭവിക്കുന്നത് വളരെ വിരളമാണ്. ലിബറൽ ഡെമോക്രാറ്റിക് പാർട്ടി എന്ന LDP 1955 മുതൽ ജപ്പാനെ ഏതാണ്ട് തുടർച്ചയായി ഭരിക്കുന്നു. അതായത് 70 വർഷത്തെ ഏകകക്ഷി ആധിപത്യം. വളരെ കുറച്ച് സമയം മാത്രമാണ് ഇത് മാറിയത്. പ്രതിപക്ഷ പാർട്ടികൾ ദുർബലവും ഛിന്നഭിന്നമായതും പലപ്പോഴും LDPയിൽ നിന്ന് വേർതിരിച്ചറിയാൻ കഴിയാത്തതുമാണ്. അവർ പിളരുകയും ലയിക്കുകയും വീണ്ടും പിളരുകയും ചെയ്യുന്നു. കേരള കോൺഗ്രസ് പോലെ. അവർ ആരാണ്, അവർ എന്തിനു വേണ്ടിയാണ് നിലകൊള്ളുന്നത് എന്ന് മനസ്സിലാക്കാൻ പോലും കഴിയാത്തത്ര വേഗത്തിലാണ് പിളരലും ലയിക്കലുമെല്ലാം. ഇതിനെ വിശകലന വിദഗ്ധർ വിളിക്കുന്നത് ഒന്നര കക്ഷി സംവിധാനം അഥവാ 1.5 പാർട്ടി സിസ്റ്റം എന്നാണ്. ഇവിടെ ഒരു കക്ഷി ഭരിക്കുന്നു, ബാക്കിയുള്ളവർ അതിനെ വെല്ലുവിളിക്കുന്നു എന്ന് നടിക്കുന്നു, ലാഭം പങ്കിടുന്നു. ജപ്പാൻ മാറിയില്ലെങ്കിൽ എന്ത് സംഭവിക്കും? വർഷം തോറും പട്ടണങ്ങൾ അപ്രത്യക്ഷമാകും, ഫാക്ടറികൾ അടച്ചുപൂട്ടും, ടോക്കിയോയ്ക്ക് കൂടുതൽ പ്രായമാകും, നിശബ്ദമാകും, സമ്പദ് വ്യവസ്ഥ ചുരുങ്ങിക്കൊണ്ടിരിക്കും, ഗ്രാമങ്ങൾ മുഴുവൻ ഭൂപടങ്ങളിൽ നിന്ന് അപ്രത്യക്ഷമാകും. അതുകൊണ്ട് വെളുത്ത സോക്സ് മാത്രമിട്ട് ടോക്കിയോയിലെ തെരുവിലൂടെ നടന്നാൽ അതിൽ അഴുക്ക് പറ്റാത്ത അതിശയ കഥ കൊണ്ട് ഇനിയും ജപ്പാനെ രക്ഷിക്കാനാകില്ല. ഒരു കാലത്ത് ഊർജ്ജസ്വലമായിരുന്ന ഉദയസൂര്യന്റെ നാട് മങ്ങുന്ന വിളക്കുകളുടെ നാടായി മാറുകയാണ്. എന്നാൽ പ്രതീക്ഷകൾ വറ്റിയിട്ടില്ല. ജപ്പാന്റെ കഥ കഴിഞ്ഞിട്ടുമില്ല. നിരവധി ദുരന്തങ്ങൾക്കും 2 ആറ്റം ബോംബുകൾക്കും ശേഷം ഉടച്ചു വാർത്ത രാജ്യമാണിത്. കംഫർട്ട് സോണിനേക്കാൾ അത് റിസ്ക് തിരഞ്ഞെടുക്കുമോ? പരാജയത്തെ ഒരു ശാപമായിട്ടല്ലാതെ ഒരു പാഠമായി സ്വീകരിക്കുമോ? മനുഷ്യർക്കും ആശയങ്ങൾക്കുമായി ലോകത്തിന്റെ നേർക്ക് അതിന്റെ വാതിലുകൾ തുറക്കുമോ? അതിനുള്ള ഉത്തരങ്ങൾ തീരുമാനിക്കും ആ ദ്വീപിന്റെ ഭാവി.